Hi, good evening all. ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന നെറ്റിലെ എട്ടാമത്തെ മൊഡ്യൂൾ, അതായത് പേപ്പർ 2ന്റെ എട്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്നത് ബേസിക്കലി ബിസിനസ് മാനേജ്മെന്റിന്റെ ബിസിനസ് മാനേജ്മെന്റിന്റെ ബേസിക്സ് എല്ലാ കാര്യങ്ങളും, അതുകൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ പറ്റിയും അറിയുന്ന രീതിയിൽ മുമ്പ് രണ്ട് സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിരുന്നത് ഇപ്പോൾ ഒന്നാക്കി, അതായത് 2019 റിവിഷന് ശേഷം ഒറ്റ മൊഡ്യൂളാക്കി മാറ്റിയതാണ് ബിസിനസ് മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. സോ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ബിസിനസ് മാനേജ്മെന്റിനെ പറ്റി ബ്രീഫ് ചെയ്യുന്നു ആൻഡ് ഓൾമോസ്റ്റ് കൺട്രോളിംഗ് വരെ വരുന്ന എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ചില അഡീഷണൽ ഏരിയാസ് നമ്മൾ നെക്സ്റ്റ് ലെക്ചറിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ലെറ്റ്സ് സീ ദി സിലബസ്. സിലബസിൽ വരുന്നത് 11 ഏരിയകളാണ്. ഈ ഒരു മൊഡ്യൂളിൽ 11 ഏരിയകളാണ് വരുന്നത്. അതിൽ 11 ഏരിയ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ ടൈം വളരെ കുറവാണ്. സോ മാക്സിമം സ്പീഡിലായിരിക്കും നമ്മൾ ഡിസ്കഷൻ നടത്തുക. ഇവൻ ദോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനകത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ബാക്കി വരുന്ന മോട്ടിവേഷൻ ആയാലും ലീഡർഷിപ്പ് ആയാലും അങ്ങനെയുള്ള ആസ്പെക്റ്റുകളെ പറ്റിയൊക്കെ നെക്സ്റ്റ് ലെക്ചറോട് കൂടി നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്ത് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുമ്പ്, പ്രിൻസിപ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക്കലി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ രണ്ട് മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ ആള് ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ, FW ടെയ്ലർ എന്ന് പറയും. രണ്ടാമത്തെ ആൾ നമ്മളുടെ ഫയോൾ. ഓക്കെ, ഫയോൾ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മാനേജ്മെന്റ് ആൻഡ് FW ടെയ്ലർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇനി ഫയോൾ തന്നെയാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഫയോൾ തന്നെയാണ് ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. സോ ബേസിക്കലി ഫയോൾ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലും ഫയോളിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ടെയ്ലറുടേത് കുറച്ചും കൂടി സയന്റിഫിക് ആസ്പെക്ട്സ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ടെയ്ലറുടെ കോൺട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ ടെയ്ലറിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയോളിന്റെ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ ഫയോളിസം എന്ന് പറയും. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? Okay, fine. So let's start from Taylorism because ഫയോളിസത്തിന് മുമ്പുള്ള ഒരു കൺസെപ്റ്റ് ആണ്. രണ്ടുപേര് കണ്ടംപററീസ് ആയിരുന്നെങ്കിലും, ടെയ്ലറും ഫയോളും കണ്ടംപററീസ് ആയിരുന്നെങ്കിലും 1910-12 കൂടിയാണ് ടെയ്ലറിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1915 ശേഷമാണ്. ഓക്കെ, രണ്ടുപേരും ഒരേ ടൈം പീരീഡിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവൻ ദോ നമ്മുടെ ആദ്യത്തെ കോൺട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ടെയ്ലറെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫയോളിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ദെൻ ടെയ്ലറുടെയും ഫയോളിന്റെയും പ്രിൻസിപ്പിൾസ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യും, സോ ദാറ്റ് എല്ലാ ആസ്പെക്റ്റും ക്ലിയർ ആയി എന്ന് എനിക്ക് അഷ്യൂർ ചെയ്യണം. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ ആൻഡ് ആസ് ഐ സെഡ് he was a American mechanical engineer. So that is not significant for us, even though ഇതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ, മാനേജ്മെന്റ് ഒരു ബേസ് കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിനോട് കൂടിയാണ്. അതായത് he suggested the use of scientific methods of measurement and study of solving managerial problems. So managerial problem സോൾവ് ചെയ്യാൻ വേണ്ടി സയന്റിഫിക് മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ആക്ച്വലി ടെയ്ലറുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫെയർ ഡേയ്സ് വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നോർമലി ഒരു ഇൻഡിവിജ്വൽ ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട വർക്ക് എത്രമാത്രമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ബേസ് ചെയ്തുകൊണ്ട് ആ ഇൻഡിവിജ്വലിന്റെ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സോ ദാറ്റ് എവിടെയെങ്കിലും അൺനെസറി ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നത് വഴി ബെറ്റർ പെർഫോമൻസ് അഷ്യൂർ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ് ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. സോ ലെറ്റ് മീ റിപ്പീറ്റ്, ഫെഡറിക് വിൻസ്ലോ ടെയ്ലറുടെ പ്രിൻസിപ്പിൾസിനെ നമ്മൾ സയന്റിഫിക് എന്ന് പറയാനുള്ള പ്രധാന കാരണം അദ്ദേഹം ജസ്റ്റ് മിയർ പ്രിൻസിപ്പിൾസ് പറയുകയല്ല ചെയ്തത്. ഈ പ്രിൻസിപ്പിൾസ് എങ്ങനെ അറ്റൈൻ ചെയ്യണം, സോ ദാറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഗിവൺ, along with these principles a set of tools are also provided.
പ്രിൻസിപ്പിൾസ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു നമ്പർ ഓഫ് ടൂൾസും ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്തു. അതായത് ഈ ടൂൾസ് ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് അറ്റൈൻ ചെയ്യാം എന്നാണ് ടെയ്ലർ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിനെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് സയൻസ് ഈസ് ദെയർ. എന്തുകൊണ്ടാ? എങ്ങനെയാണ് എന്ന് പറയുന്നതോടൊപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യേണ്ടതെന്നും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദി ഡിസ്കഷൻ. സയന്റിഫിക് മാനേജ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ സയന്റിഫിക് മാനേജ്മെന്റ്? യു നീഡ് ടു നോ ദാറ്റ്. ഒരു ചെറിയ ഡെഫിനേഷൻ ഓർക്കുക. ദാറ്റ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ ടു ഡു and seeing that they are doing in the best and cheapest way. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബീങ്, നമ്മുടെ ഒപ്പമുള്ള എംപ്ലോയീസിനെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. സോ നമ്മൾ പറഞ്ഞത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ ടു ഡു. നമ്മൾ മനസ്സിലാക്കുക, അതായത് മാനേജ്മെന്റ് മനസ്സിലാക്കുക, കൃത്യമായിട്ട് എംപ്ലോയീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ചെയ്യേണ്ട കാര്യം ഏറ്റവും ചീപ്പസ്റ്റും ഏറ്റവും പോസിബിളുമായിട്ടുള്ള വേയിൽ, അതായത് ഏറ്റവും ബെസ്റ്റും ചീപ്പസ്റ്റുമായിട്ടുള്ള വേയിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിമ്പിൾ ടൈമിൽ പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുക, അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ, അതായത് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഏറ്റവും ചിലവ് കുറഞ്ഞ വേ ആയിരിക്കും. ആ ചിലവ് കുറഞ്ഞ വേയിൽ അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതാണ് മാനേജ്മെന്റ് ഇൻ ദി വ്യൂ ഓഫ് FW ടൈലർ. ടൈലറുടെ വ്യൂവിലെ മാനേജ്മെന്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഏറ്റവും ബെസ്റ്റും ഏറ്റവും ചീപ്പസ്റ്റുമായുള്ള വഴിയിലാണ് അത് ചെയ്യുന്നതെന്ന് അഷ്യൂർ ചെയ്യുക. ഇതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോർ ദാറ്റ് ഇദ്ദേഹം മുന്നോട്ട് വെച്ച ബേസിക് പ്രിൻസിപ്പിൾസ്, FW ടൈലറുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 5 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. അതിൽ 4 എണ്ണമാണ് നമ്മൾ കോമൺലി അക്സെപ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് 5ാമത്തെ പ്രിൻസിപ്പിളിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവെന്തോ വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ് വൺ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് സയൻസ് ഇറ്റ് ഇസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസ് ആണ്, ഒരു റൂൾ ഓഫ് തമ്പ് അല്ല. വാട്ട് യു മീൻ ബൈ റൂൾ ഓഫ് തമ്പ്? എന്താണ് റൂൾ ഓഫ് തമ്പ്? ഇഫ് യു ആർ ഫോളോയിങ് സംതിങ്, നമ്മളൊരു കാര്യം ഒരു കസ്റ്റം എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നു. മുമ്പ് തൊട്ടേ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിനെയാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന രീതി അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് ലോജിക്കലാണ്. കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസോ കൃത്യമായിട്ടുള്ള ഒരു പഠനമോ ഒന്നും നടത്താതെ മുമ്പ് ചെയ്തു വന്നിരുന്ന രീതികളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റൂൾ ഓഫ് തമ്പ്. സോ സയൻസ് ഈസ് നോട്ട് എ റൂൾ ഓഫ് തമ്പ്. ആക്ച്വലി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ഓരോ ടൈമിലും നമ്മൾ ചെയ്യേണ്ടത് ഡിഫറെന്റ് ആണ്. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്തിരുന്ന രീതിയിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ എല്ലാ തവണയും പോകുന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫസ്റ്റ് റൂൾ അതാണ്. ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് വി ഷുഡ് നോട്ട് സ്റ്റക്ക് ഇൻ എ സെറ്റ് റുട്ടീൻ. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റുട്ടീൻ ഓഫ് ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും. ബിക്കോസ് ഓൾഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഓൾഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ വർക്കും പുതിയ സിനാരിയോസും ഫോളോ ചെയ്യുമ്പോൾ ഈവൻ കസ്റ്റമേഴ്സിനെ എടുത്താൽ പോലും കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ ഡിഫറെന്റ് ആണ്. അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. സോ ബേസിക്കലി സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബെറ്റർ വേസ് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കുന്ന ബെറ്റർ വേസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. സോ ചേഞ്ച് എന്ന് പറയുന്ന ഒരു നെസസിറ്റിയാണ്. ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ആക്ച്വലി ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാനേജ്മെന്റ് ഇസ് എ സയൻസ്, ഇറ്റ് ഇസ് നോട്ട് എ റൂൾ ഓഫ് തമ്പ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് എവറി ടൈം. ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഓഫ് തമ്പ് അല്ല, ഇതൊരു സയൻസ് ആണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഹാർമണി നോട്ട് ഡിസ്കോർഡ്.
As this principle, such an atmosphere should be created in the organization that labor and management considers each other indispensable. That means വേണ്ടി തന്നെ പറയുന്നുണ്ട്, പ്രിൻസിപ്പിളിന്റെ ടൈറ്റിൽ തന്നെ പറയുന്നത് ഹാർമണിയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വേണ്ടത്. അല്ലാതെ മാനേജ്മെന്റിന് ഒരു വ്യൂവും ദെൻ ഇൻഡിവിജ്വൽസിന് മറ്റൊരു വ്യൂവിലും വരുന്ന ഒരു സിറ്റുവേഷൻ ആവരുത്, ഓപ്പോസിറ്റ് വ്യൂസ് വരുന്ന സിറ്റുവേഷൻ ആവരുത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാവണം, രണ്ടുപേരുടെയും ഒപ്പീനിയൻ ഒരേ രീതിയിലായിരിക്കണം. Taylor has referred such a situation as mental revolution. That means Taylor വിശ്വസിച്ചിരുന്നത് ആക്ച്വലി ഇതുവരെയുള്ള മനോഭാവത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കണം. എംപ്ലോയീസിന്റെ മനോഭാവമായാലും മാനേജ്മെന്റ് മനോഭാവമായാലും മാറണം. രണ്ടുപേരും ഒരേ എയിം വെച്ച് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലാതെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉള്ളവരല്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് മാറണം എന്നുള്ള കൺസെപ്റ്റാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So രണ്ട് പ്രിൻസിപ്പിളായി, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, സെക്കൻഡ് വൺ ഈസ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്, തേർഡ് വൺ ഈസ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇറ്റ്സ് ഓൾ അബൌട്ട് ടീം വർക്ക്. സോ ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ടീം വർക്കാണ്, അല്ലാതെ നമ്മളിവിടെ ഒരു ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ പവർ കാണിക്കാനുള്ള ഒരു വേദിയല്ല മാനേജ്മെന്റ്. ഇവിടെ വേണ്ടത് എല്ലാ ഇൻഡിവിജ്വൽസും ഒരുമിച്ച് നിന്നുകൊണ്ട് ടീമായിട്ട് ആക്ട് ചെയ്യുക. ആ ടീം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ കോപ്പറേഷൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുക. നാലാമത്തെ പ്രിൻസിപ്പിൾ, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. സോ ബൈ ഡൂയിങ് സോ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വഴി എല്ലാവരുടെയും, ഓർഗനൈസേഷന്റെ മാത്രം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ ഇൻഡിവിജ്വലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ സാധിക്കണം. അതായത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് പേഴ്സൺസ് ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. ആ ലെവല് വരെ ഓരോ ഇൻഡിവിജ്വലിനെയും ഉയർത്തിക്കൊണ്ടുവരിക. ഇത്രയുമാണ് ആക്ച്വലി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഗിവൺ ബൈ F.W. Taylor. Let me repeat. First principle is that science, management is a science, not rule of thumb. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്, അല്ലാതെ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ചിരുന്ന ഒരു റുട്ടീൻ ഫോളോ ചെയ്യാനുള്ള ഒരു റൂൾ ഓഫ് തമ്പ് അല്ല. രണ്ടാമതായിട്ട് ഇതൊരു ഹാർമണി ഫോളോ ചെയ്യേണ്ട വേദിയാണ്, അല്ലാതെ ഡിസ്കോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ട വേദിയല്ല. ഹാർമണി മീൻസ് ഇൻ ദി സെൻസ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസും ഒരുമിച്ച് നിൽക്കണം. ദെൻ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഒരു ടീമായിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ, അല്ലാതെ ഓരോ ഇൻഡിവിജ്വലും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല വേണ്ടത്. ആൻഡ് ഫൈനലി ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡെവലപ്മെന്റ് അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഗോൾ. ആൻഡ് ദർ വാസ് അനദർ പ്രിൻസിപ്പിൾ ഇനീഷ്യലി ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ടൈമിലെ ഒരു പ്രിൻസിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ദർ വാസ് അനദർ വൺ, ദാറ്റ് വാസ് ദി ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ കൂടി ഉണ്ടായിരുന്നു, മാക്സിമം ഔട്ട്പുട്ട്. ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ കൂടി F.W. ടൈലർ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഈ ടേം എപ്പോഴും നെഗറ്റീവ് ആണ്. ഓക്കെ, സോ അദ്ദേഹം സജസ്റ്റ് ചെയ്തത് മാക്സിമം ഔട്ട്പുട്ട് എന്നാണ്, ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്നല്ല. ഓക്കെ, ഒപ്റ്റിമം ഔട്ട്പുട്ട് ആണെങ്കിൽ ദാറ്റ് വിൽ ബി അക്സെപ്റ്റഡ്. ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒപ്റ്റിമം ഔട്ട്പുട്ട് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട്? എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? ഒപ്റ്റിമം മീൻസ് ഒരു പേഴ്സണെ കൊണ്ട് ചെയ്യാനാവുന്നതിന്റെ പരമാവധി. മാക്സിമം മീൻസ് ഒരു പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിക്കാനാവുന്നതിന്റെ പരമാവധി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ചെയ്യാനാവുന്നതും ചെയ്യിപ്പിക്കാനാവുന്നതും. ചെയ്യാനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വമേധയാ മോട്ടിവേറ്റഡ് ആയി ഹൈലി എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യം. ദെൻ മാക്സിമം ഇൻ ദി സെൻസ് അതിനെ നമ്മൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് അദ്ദേഹത്തിന്റെ എബിലിറ്റിയേക്കാൾ കൂടുതൽ പണിയെടുപ്പിക്കുക, ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ എബിലിറ്റിയേക്കാൾ കൂടുതൽ പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന രീതിയിലേക്ക് മാറും. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടാണ് മാക്സിമം ഔട്ട്പുട്ട് കൺസെപ്റ്റ് പിന്നീട് ഈ ഇടയായിട്ട് നമ്മൾ ടൈലറിന്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് മിസ്സിംഗ് ആണ്. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ കൂടി ഉണ്ടായിരുന്നു. ഈവൻ ദോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. 1 സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, 2 ഹാർമണി നോട്ട് ഡിസ്കോർഡ്, 3 കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, 4ാമതായിട്ട് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. ഓക്കെ, ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? ക്ലിയർ.
ഓക്കെ ഫൈൻ. മൂവിങ് ഓൺ. സോ ഇത്രയും ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണ് സയന്റിഫിക് മാനേജ്മെന്റ്, ഐ മീൻ ടൈലറുടെ മാനേജ്മെന്റ് സയന്റിഫിക് ആവുന്നതെന്ന്. ബിക്കോസ് അദ്ദേഹം പ്രിൻസിപ്പിൾ പറയുന്നു, ആ പ്രിൻസിപ്പിൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഉള്ള ടൂൾസും ടെക്നിക്സും കൂടി ടൈലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദി സയന്റിഫിക് ടെക്നിക്സ് പ്രൊവൈഡഡ് ബൈ ടൈലർ. ടെക്നിക്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടെക്നിക് ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഫോർമാൻ, actually a foreman belongs to operational management and highest ranking worker, and in order to improve the quality and supervision of work is at the superior level, Taylor developed a concept of functional foremanship. This technique, a worker is supervised by several specialists. That is the basic concept. A worker, ഒരു വർക്കറെ പല സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുന്നു. ഓക്കെ, സോ വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വലിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് പല സീനിയേഴ്സ് ആണ്. ഈ പല സീനിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം 4 ഡിഫറെൻറ്റ് പൊസിഷൻസ് പ്ലാനിങ്ങിന് വേണ്ടിയും 4 ഡിഫറെൻറ്റ് പൊസിഷൻസ് എക്സിക്യൂഷന് വേണ്ടിയും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ പ്ലാനിങ് എന്നുള്ള രീതിയിൽ പ്ലാനിങ്ങിന്റെ ചാർജ് ചെയ്യുന്ന 4 പേഴ്സൺസ്, 4 ഫോർമാനും, ദെൻ ഡൂയിങ്ങിന് വേണ്ടിയുള്ള 4 ഫോർമാനും. സോ ഫംഗ്ഷനെ 8 ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ക്യാൻ സേ ഫംഗ്ഷനെ ബ്രോഡ്ലി 2 ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, പ്ലാനിങ്ങും ഡൂയിങ്ങും. പ്ലാനിങ്ങിൽ വരുന്ന 4 ഫോർമാനും ഡൂയിങ്ങിൽ വരുന്ന another 4 ഫോർമാൻസുമാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ പ്ലാനിങ്ങിന്റെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ 4 പേഴ്സൺസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ആൾ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ is creation of instruction card. Okay, actually അദ്ദേഹത്തിന്റെ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. അക്കോർഡിംഗ് ടു വർക്കേഴ്സ്, ഓരോ വർക്കേഴ്സും ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായിട്ട് ആ ജോലിയിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടി. ഒന്നാമത്തെ പേഴ്സണായി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ജോബുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി ഒരു ഡോക്യുമെന്റ് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. രണ്ടാമത്തെ പാർട്ടി റൂട്ട് ക്ലർക്ക്. റൂട്ട് ക്ലർക്ക് സ്പെസിഫൈസ് റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് സീക്വൻസ് ടു പെർഫോം വേരിയസ് മെക്കാനിക്കൽ ആൻഡ് മാനുവൽ ഓപ്പറേഷൻ. അതായത് ഓരോ ഇൻഡിവിജ്വലും ചെയ്യേണ്ട ജോലിയുടെ സീക്വൻസ്, ഓർഡർ, ഓരോ ആക്ടിവിറ്റിയും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഏത് ഓർഡറാണ് ഫോളോ ചെയ്യേണ്ടത്, ഏതൊക്കെ മെഷീൻ ഏതൊക്കെ ടൈമിലാണ് വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഡിസൈഡ് ചെയ്യുന്നത് റൂട്ട് ക്ലർക്കാണ്. ആ വേർഡ് തന്നെയുണ്ട് റൂട്ട്, ആ ഒരു വഴി എങ്ങനെയാണ് ആ സീക്വൻസ് പോകേണ്ടത്, ആ റൂട്ട് ഡിസൈഡ് ചെയ്യേണ്ടത് റൂട്ട് ക്ലർക്കാണ്. ഇവരെല്ലാവരും പ്ലാൻ ആണ് ചെയ്യുന്നത്, റൈറ്റ്? അതായത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ആണെങ്കിലും വർക്ക് ചെയ്യേണ്ട, ഐ മീൻ ഓരോ എംപ്ലോയിയുടെയും വർക്ക് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുന്നു. അതേപോലെ റൂട്ട് ക്ലർക്ക് ആയാലും ആ ഇൻഡിവിജ്വൽ ഫോളോ ചെയ്യേണ്ട പാത്ത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. മൂന്നാമത്തെ പാർട്ടി ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഫിക്സസ് ദി ടൈം ഫോർ സ്റ്റാർട്ടിങ് ആൻഡ് കംപ്ലീഷൻ ഓഫ് വർക്ക് ആൻഡ് പ്രിപ്പയർസ് കോസ്റ്റ് ഷീറ്റ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബും സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനുമുള്ള ടൈം, അതേപോലെ തന്നെ ഓരോ ജോബിലും വരുന്ന കോസ്റ്റ് ഷീറ്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുന്നു. സോ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ടൈം ഇൻ ദി സെൻസ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ടൈം ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുക, മീൻസ് വർക്കിംഗ് ടൈം എപ്പോഴാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അടുത്തത് ഡിസിപ്ലിനേറിയൻ. ഈസ് റെസ്പോൺസിബിൾ ടു എൻഷുർ ഡിസിപ്ലിൻ. വർക്ക് പ്ലേസിലെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതായത് ആബ്സെന്റീസും കുറയ്ക്കുക, അല്ലെങ്കിൽ റൂൾസും റെഗുലേഷനും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതെല്ലാം ഡിസിപ്ലിനേറിയന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ന്യൂ കൺസെപ്റ്റിനെ പറ്റിയാണ്. ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ന്യൂ കൺസെപ്റ്റിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പോട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിനെ ഓവർസീ ചെയ്യാൻ ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സെൻസിൽ എടുക്കുക, ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുമ്പോൾ പ്ലാനിങ്ങിന് വേണ്ടി 4 ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്, അതേപോലെ എക്സിക്യൂഷൻ ഡൂയിങ്ങിന് വേണ്ടി അനദർ 4 സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ആൾ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്, ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക വർക്കുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ആൾ റൂട്ട് ക്ലർക്കാണ്, സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്
മൂന്നാമത്തത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ടൈം, സ്റ്റാർട്ടിംഗ് ടൈം, എൻഡിങ് ടൈം, അത് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കോസ്റ്റ് അസർടൈൻമെന്റ്, കോസ്റ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് ഡിസിപ്ലിനറിയന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനകത്ത് ഡിസിപ്ലിൻ എഷ്യൂർ ചെയ്യുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ആബ്സെന്റീസം പോലുള്ള അതേപോലുള്ള പ്രവൃത്തികളൊക്കെ ഇല്ലേ, ആബ്സെന്റീസം ഒഴിവാക്കുക, കൃത്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക, ഇതൊക്കെ ആക്ച്വലി ഡിസിപ്ലിനറിയന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഡൂയിങ്ങുമായി ബന്ധപ്പെട്ട് 4 പൊസിഷൻസ് ആണ്, 4 ഫോർമാൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഫോർമാൻ ആണ് സ്പീഡ് ബോസ്. ഈസ് റെസ്പോൺസിബിൾ ഫോർ ടൈംലി ആൻഡ് ആക്യുറേറ്റ് കംപ്ലീഷൻ ഓഫ് ജോബ്. സോ ഫസ്റ്റ് പാർട്ട് ഈസ് സ്പീഡ് ബോസ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അഗെയിൻ ടൈമാണ്. ആക്യുറേറ്റ്ലി ഓരോ ഇൻഡിവിജ്വലും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള പോസ്റ്റാണ് സ്പീഡ് ബോസിന്റെ. സോ നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നമുക്കൊരു ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഉണ്ട്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പാർട്ടി പ്ലാൻ ചെയ്യുവാണ്. ഏത് ടൈമിലായിരിക്കണം ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏത് ടൈമിലായിരിക്കണം ആക്ടിവിറ്റി എൻഡ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആണെങ്കിൽ, അത് കൃത്യ ടൈമിൽ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ട സഫിഷ്യൻറ്റ് സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് എഷ്യൂർ ചെയ്യുന്നത് സ്പീഡ് ബോസ് ആണ്. ഓക്കെ, സോ ഹി ചെക്സ് വെദർ ദി വർക്ക് പ്രോഗ്രസിങ് ആസ് പെർ ഷെഡ്യൂൾ. ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തത് ആരെന്ന് നമ്മൾ പറഞ്ഞു, ആ ഷെഡ്യൂൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അഷ്യൂർ ചെയ്യുകയാണ് സ്പീഡ് ബോസിന്റെ ഡ്യൂട്ടി. അടുത്ത ഇൻഡിവിജ്വൽ ഗ്യാങ് ബോസ്. Gang boss is responsible for keeping machines, tools, etc. ready for operations by workers so that there is no delay. അതായത് മെഷീൻ്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടൂൾസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടോ ഒരു കാരണവശാലും പ്രൊഡക്ഷൻ നിൽക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബോസാണ് ഗ്യാങ് ബോസ്. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിരിക്കും കൃത്യസമയത്ത് മെഷീൻസ് അവൈലബിൾ ആണെന്ന് എഷ്യൂർ ചെയ്യുക. അതേപോലെ മെഷീൻസും എക്യുപ്മെന്റ്സും ടൂൾസും ഒക്കെ കൃത്യമായിട്ട് എംപ്ലോയീസിന്റെ കയ്യിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള പൊസിഷനാണ് ഗ്യാങ് ബോസ്. ഗ്യാങ് ബോസ് കഴിഞ്ഞാൽ അടുത്ത ഇൻഡിവിജ്വൽ ആണ് റിപ്പയേഴ്സ് ബോസ്. സോ റിപ്പയർ ബോസ് എൻഷ്യൂർസ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് മെഷീൻ ആൻഡ് ടൂൾസ്. ഇത് കൃത്യസമയത്ത് എത്തുന്നു എന്നാണെങ്കിൽ, അതായത് എംപ്ലോയീസിന്റെ കയ്യിൽ കൃത്യസമയത്ത് പ്രൊഡക്റ്റ് എത്തുന്നു എന്നാണെങ്കിൽ ആ മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എഷ്യൂർ ചെയ്യേണ്ട ഡ്യൂട്ടി റിപ്പയേഴ്സ് ബോസിൻ്റെതാണ്. അതായത് ടൈമിൽ റിപ്പയർ നടത്തുക, കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പയേഴ്സ് ബോസിന്റെ. ഗ്യാങ് ബോസിന്റെ ഈ ടൂൾസും അതേപോലെ മെഷീൻസും ഒക്കെ കൃത്യമായിട്ട് ഇൻഡിവിജ്വലിന്റെ കയ്യിൽ, വർക്കേഴ്സിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്, അതിനകത്തൊരു ഡിലേയും വരുന്നില്ല എന്ന് അഷ്യൂർ ചെയ്യുകയാണെങ്കിൽ റിപ്പയേഴ്സ് ബോസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് അഷ്യൂർ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ഇൻഡിവിജ്വൽ ഈസ് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി എൻഷ്യൂർസ് ദാറ്റ് വർക്ക് ഈസ് ഡൺ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി ഓഫ് വർക്ക് സെറ്റ് ബൈ ദി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണ് വർക്ക് നടക്കുന്നത് എന്ന് അഷ്യൂർ ചെയ്യാനുള്ള പോസ്റ്റാണ് ഇൻസ്പെക്ടർ. മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ നടത്തുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് ക്വാളിറ്റി, കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, അതിനകത്തൊരു വേസ്റ്റും നടക്കുന്നില്ല, ഒരു രീതിയിലുള്ള വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റിയും ഇല്ല എന്ന് അഷ്യൂർ ചെയ്യലാണ് ഇൻസ്പെക്ടറുടെ ബേസിക് ഡ്യൂട്ടി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഡൗട്ട്സ് വല്ലതും? ഇസ് ഇറ്റ് ക്ലിയർ? 4 തരത്തിലുള്ള, ടോട്ടൽ 8 തരത്തിലുള്ള ഫോർമാൻ, 8 തരത്തിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ പ്ലാനിങ്ങിനും ഡൂയിങ്ങിനും, ഡൂയിങ് മീൻസ് പ്രൊഡക്ഷൻ, ഇത് രണ്ടിനുമായിട്ട് 4 പേര് വീതമാണ് ഫോർമാൻസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ടൂൾ ഓർ ടെക്നിക് ഈസ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സോ 2 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് വർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, 2 വർക്ക് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, so standardization means is the process of setting standards for different factors such as standards can be set for process, raw material, time, product, method, working condition. So നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോസസ്, അതായത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. എല്ലാ ഓർഗനൈസേഷനകത്ത് വരുന്ന വർക്കുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ സെറ്റ് ചെയ്യുക. അതേപോലെ റോ മെറ്റീരിയൽ ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ റോ മെറ്റീരിയലിന് ഒരു സ്റ്റാൻഡേർഡ്. അതേപോലെ ടൈം കൺസ്യൂമിങ്, 3 മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്യണം, അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്യുക. അതിൽ സ്റ്റാൻഡേർഡിൽ കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ലൈക്വൈസ് ഒരു കൺട്രോളിംഗ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനകത്ത് ഒരു സ്റ്റാൻഡേർഡ്
സെറ്റ് ചെയ്തു വച്ചിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസും അതേപോലെ ടൈപ്പ്, ഹൈറ്റ്, ക്വാളിറ്റി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടൊരു മുൻകരുതൽ എടുക്കാൻ സാധിക്കും. അതായത് എത്രയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. സോ പെർഫോമൻസ് നടത്തുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഓരോ തവണയും നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ റെഫേഴ്സ് ടു ദി എലിമിനേഷൻ ഓഫ് അൺവാണ്ടഡ് വെറൈറ്റീസ്, സൈസസ്, പ്രോഡക്ട്സ് ആൻഡ് ഡയമെൻഷൻസ്. ഇൻ അതർ വേർഡ്സ്, simplification means optimum utilization of resources, that is men, machine or material through uninterrupted runs and fewer machine stoppages. So basically simplification കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെ അൺനെസറി ആയിട്ടുള്ള വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസിനെ മാക്സിമം എലിമിനേറ്റ് ചെയ്യുക. വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ടൈമിലും പ്രൊഡക്ഷൻ ഒരേ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. വർക്കിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, മീൻസ് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ത്രൂ ഔട്ട് വർക്ക് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഈ വർക്കുമായി ബന്ധപ്പെട്ട് അൺനെസറി ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. വർക്കിംഗ് ഈസി ആക്കുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ മിസ്റ്റേക്സ് വരുന്നത് കുറയും. ഓക്കെ, സോ മിസ്റ്റേക്സ് കുറയുന്നത് വഴി പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. മൂന്നാമത്തെ പോയിന്റ്, വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി എന്ന് പറയുമ്പോൾ HRMലേക്ക് പോയി കഴിഞ്ഞാൽ ജോബ് അനാലിസിസിന് ഈക്വൽ ആണ്. ജോബ് അനാലിസിസ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് ആക്ച്വലി വർക്ക് സ്റ്റഡിയിൽ വരുന്നത്. വർക്ക് സ്റ്റഡി മീൻസ് എ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ് ഓറിയന്റഡ്, അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് in an organization in various operations in a workshop. അതായത് ഒരു വർക്കേഴ്സിന്റെ പെർഫോമൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, അതിനെ ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കുക, ദെൻ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് വഴി ഈ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സോ ബേസിക് എയിം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വർക്കിനെ മൊത്തമായിട്ട് പഠിച്ചതിന് ശേഷം അൺനെസറി വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, വർക്ക് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള പഠനമാണ്. ജോബിനെ എടുക്കുക, ഒരു വർക്കിനെ എടുക്കുക, ആ വർക്കിനെ കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ എല്ലാ ആസ്പെക്റ്റുകളും പഠിക്കുന്നു. അതുവഴി അൺനെസറി ആയിട്ടുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ അൺനെസറി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ട് ആ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസിനെ ഒഴിവാക്കിക്കൊണ്ട് വർക്കിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് വർക്ക് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വർക്ക് സ്റ്റഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 4 broad categories. First one is method study. Method study means ആ വർക്ക് ചെയ്യുന്ന രീതി, മെത്തേഡുമായി ബന്ധപ്പെട്ട്. It refers to identify the most suitable way to do a particular activity. ഒരു ജോബ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ഐഡന്റിഫൈ ചെയ്യുക. സോ ദാറ്റ് അൺനെസറി വേസ്റ്റേജ്, നമ്മളൊരു വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തേങ്ങ പൊതിക്കുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ ആ തേങ്ങ പൊതിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യുക. സോ ദാറ്റ് നമ്മൾ അത്രയും ഹ്യൂമൻ എഫേർട്ട് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് വഴി അൺനെസറി അല്ലെങ്കിൽ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. രണ്ടാമതായിട്ട് മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി റെഫേഴ്സ് ടു ദി മൂവ്മെന്റ്, അതായത് മെഷീന്റെയും വർക്കേഴ്സിന്റെയും അവരുടെ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഷൻ, ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ്സ്, ആ മൂവ്മെന്റ്സിനകത്ത് മിനിമൈസ് ചെയ്യുന്നത് വഴി, അതായത് ഈ ഒരു മിനിമൈസേഷൻ വഴി അവരുടെ വേസ്റ്റ്ഫുൾ മൂവ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്യുക. അതുവഴി കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അഷ്വർ ചെയ്യുക. സോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മെത്തേഡ് മീൻസ് വേ ഓഫ് ഡൂയിങ് സംതിങ്, ആ വേ ഏറ്റവും ബെസ്റ്റ് ആക്കുക. ഓക്കെ, രണ്ടാമത്തത് മോഷൻ. മോഷൻ മീൻസ് മൂവ്മെന്റ്, ആ മെഷീന്റെ മൂവ്മെന്റും അതേപോലെ ഹ്യൂമന്റെ മൂവ്മെന്റും. ഈ മൂവ്മെന്റിനകത്ത് അൺനെസറി മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ, അൺനെസറി മോഷൻ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുന്നത് വഴി കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ടൈം സ്റ്റഡി. ആക്ച്വലി മോഷൻ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. മോഷൻ സ്റ്റഡി കമ്പനികളിൽ ഇപ്പോൾ റൺ ചെയ്യുന്നത് ആക്ച്വലി ചില കമ്പനികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് മൂവി ക്യാമറാസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ ദാറ്റ് ഒരു ഇൻഡിവിജ്വലിന്റെ വർക്ക് എങ്ങനെയാണ്, അയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മൂവി ക്യാമറാസിന്റെ സഹായത്തോടു കൂടി, വീഡിയോ ക്യാമറാസിന്റെ സപ്പോർട്ടോടു കൂടി അനലൈസ് ചെയ്യുന്നു.
അയാളുടെ ആ വർക്കിങ്ങിനകത്ത് വരുന്ന മൂവ്മെന്റിനകത്ത് ഏതെങ്കിലും വേസ്റ്റ്ഫുൾ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത്രയും എഫർട്ട് വെറുതെ നഷ്ടപ്പെടുകയാണ്. ആ വേസ്റ്റ്ഫുൾ മൂവ്മെന്റ് ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ആ മെത്തേഡിനെ അല്ലെങ്കിൽ ആ വർക്കിനെ കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് ഇസ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി refers to determine the standard time required to complete a particular activity. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്തു തീർക്കാൻ വേണ്ട ഏറ്റവും സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ മെത്തേഡിനെ പറ്റി പറഞ്ഞു, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. രണ്ടാമതായിട്ട് മോഷനെ പറ്റി പറയുന്നു, ഏറ്റവും മിനിമം മോഷൻ, ഏറ്റവും മിനിമം ആയിട്ടുള്ള മൂവ്മെന്റ് വഴി കാര്യങ്ങൾ ചെയ്യുക. 3 ടൈം, ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡ് ടൈം ബേസ് ചെയ്തുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. അടുത്തതായിട്ട് ഫാറ്റിക് സ്റ്റഡി. ഫാറ്റിക് മീൻസ് റിലേറ്റിംഗ് ടു റെസ്റ്റ് ടൈം. എത്ര ടൈം റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അൺനെസറി റെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ, അൺനെസറി ആയിട്ടുള്ള വേസ്റ്റേജ് ഓഫ് ഇന്റർവെൽ ഉണ്ടെങ്കിൽ, ഓക്കെ, അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള റെസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്യരുതെന്നല്ല, റെസ്റ്റ് ടൈം പ്രൊവൈഡ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഇന്റർവെല്ലിലായിരിക്കണം. അതിനിടയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വർക്ക് സ്റ്റഡി. എനി ഡൗട്ട്സ്? ഓക്കെ, ക്ലിയർ ആണ്? ഫൈൻ. സോ നെക്സ്റ്റ് tool is a differential piece wage system. Taylor introduced the incentive system ആണ് differential piece wage system. That means രണ്ട് റേറ്റ് ഓഫ് ഗിവിംഗ് വേജസ് ഉണ്ടായിരിക്കണം. വേജസ് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി രണ്ട് റേറ്റ്സ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ റേറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക്, അതായത് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്ത ആൾക്ക്, ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് ഒരു ഹയർ റേറ്റ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് ഒരു ലോവർ റേറ്റ്. ഈ കൺസെപ്റ്റിനെയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ടൈം വേജിനല്ല, പീസ് വേജിനാണ്. മീൻസ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 15 രൂപ. ഓക്കെ, ദെൻ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഹി വിൽ ഗെറ്റ് 30 rupees. ലൈക്ക്വൈസ് ഓരോ പീസിനും ഹി വിൽ ഗെറ്റ് റെമ്യൂണറേഷൻ. അതിനെയാണ് പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. പീസ് വേജ് സിസ്റ്റത്തിലെ ഒരു പുതിയ രീതിയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ്. ദാറ്റ് മീൻസ് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ആണ്. അദ്ദേഹം 30 യൂണിറ്റ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് 15 പെർ യൂണിറ്റ്. 30 യൂണിറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ 15 പെർ യൂണിറ്റ് കിട്ടും. ദാറ്റ് മീൻസ് 30 into 15, അദ്ദേഹത്തിന് അത്രയും റെമ്യൂണറേഷൻ കിട്ടും. വേറസ് 30 യൂണിറ്റ് അച്ചീവ് ചെയ്യുന്നില്ല, 28 ചെയ്യുന്നുള്ളൂ, അതിൻ്റെ അർത്ഥം ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് വേറെ റേറ്റ്, ദാറ്റ് മീൻസ് മേ ബി 10 പെർ യൂണിറ്റ്. ഓക്കെ, ₹10 പെർ യൂണിറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതായത് ഇവിടെ രണ്ട് റേറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഒന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്തവർക്ക് ഒരു ഹയർ റേറ്റും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് ഒരു ലോവർ റേറ്റുമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തെയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ആൻഡ് ഫൈനലി മെന്റൽ റെവല്യൂഷൻ. സോ ഫോർ അച്ചീവിങ് ഓൾ ദീസ് സ്റ്റഫ്, നമ്മൾ ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു മാനസികപരമായിട്ടുള്ള മാറ്റം എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം, അതേപോലെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അതായത് നോട്ട് ഓൺലി എംപ്ലോയേഴ്സിന്റെ ഭാഗത്തു നിന്നും മാറ്റം ഉണ്ടാവണം, അതേപോലെ വർക്കേഴ്സ് മീൻസ് എംപ്ലോയീസ് പ്ലസ് മാനേജ്മെന്റ്, രണ്ട് ഇൻഡിവിജ്വലിന്റെ ഭാഗത്തു നിന്നും അവരുടെ പെർസെപ്ഷനകത്ത് മാറ്റം ഉണ്ടാകണം. ബിക്കോസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടീം ആക്ടിവിറ്റി ആണെന്ന് ടൈലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു കോപ്പറേഷൻ ആണ് വേണ്ടത്, ഇൻഡിവിജ്വലിസം അല്ല എന്ന്. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന്. ദാറ്റ് മീൻസ് ഹാർമണൈസ് ചെയ്ത് നിൽക്കണമെങ്കിൽ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. സോ ദാറ്റ് എംപ്ലോയീസിന്റെ ആവശ്യവും എംപ്ലോയറുടെ ആവശ്യവും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു ടൂളിനെ കൂടി ആഡ് ചെയ്തത്. ടൂളിന്റെ പേര് മെന്റൽ റെവല്യൂഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ടൂൾസ് ആയിട്ട് പറയുന്നത്. എനി ഡൗട്ട്സ്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഒന്ന് ബ്രീഫ് ചെയ്യാം. ഫസ്റ്റ് ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷനും ഓരോ ഫോർമാൻ എന്നുള്ള രീതിയിൽ
പ്ലാനിങ് ഫംഗ്ഷന് വേണ്ടി 4 ഫോമാനെയും ഡൂയിങ് ഫംഗ്ഷന് വേണ്ടി മറ്റ് 4 ഫോമാനെയും ക്രിയേറ്റ് ചെയ്യുന്നു. ഇവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണെന്നും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്കാണ്. വർക്കിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അതേപോലെ കോംപ്ലക്സിറ്റി കുറച്ചുകൊണ്ട് സിമ്പിൾ ആക്കുക. നെക്സ്റ്റ് വർക്ക് സ്റ്റഡി, എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ അൺനെസറി ആയിട്ടുള്ള വർക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കും. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് ഡിഫറൻഷ്യൽ പീസ് വൈസ് സിസ്റ്റം ആണ്. അച്ചീവ് ചെയ്യുന്നവർക്ക് ഒരു ഹയർ റേറ്റും ആൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർക്ക് ഒരു ലോവർ റേറ്റും വെച്ചുകൊണ്ട് 2 റേറ്റ്സ് ഓഫ് ഇൻസെൻറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഒരു മെന്റൽ റെവല്യൂഷൻ അഷ്വർ ചെയ്യാൻ സാധിക്കണം. ടോട്ടൽ ആയിട്ടുള്ള ഒരു ചേഞ്ച്, അതാണ് മെന്റൽ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെന്റൽ റെവല്യൂഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ടൈലറുടെ പ്രിൻസിപ്പിൾസ് എല്ലാമായി. ഓക്കെ, സോ നെക്സ്റ്റ് ടൈലറെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പയനിയർ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന് പറയുന്നത് ഫയോൾ ആണ്. ഫയോൾ ആക്ച്വലി ഹി വാസ് എ ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ. അദ്ദേഹം നടത്തിയ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തിയറീസ്, ആ തിയറീസിനെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് ഇൻ ദി വ്യൂ ഓഫ് ഫയോൾ ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, to organize, to command, to coordinate and control. So these are the activities involved in management. So അദ്ദേഹത്തിന്റെ രണ്ടുപേരുടെ വ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഫയോളിന്റെ വ്യൂവിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുക. ടൈലറുടെ വ്യൂവിലെ മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടൈലറുടെ വ്യൂവിലെ മാനേജ്മെന്റ് കുറച്ചുകൂടി എംപ്ലോയി ഓറിയന്റഡ് ആണ്. റൈറ്റ്, നമ്മൾ പറഞ്ഞത് എന്താ? മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് പീപ്പിൾ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനർ എന്ന് അഷ്വർ ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് ടൈലറുടെ വ്യൂവിൽ വരുന്നത്. വേറെ ഫയോളിന്റെ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൺസെപ്റ്റ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഫയോളിന്റെ വ്യൂവിൽ ജനറലൈസേഷൻ ആണ്. ദാറ്റ്സ് വൈ ദിസ് ഈസ് ഓൾസോ കോൾഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ജനറലൈസേഷൻ മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണ്. ടോപ്പ് മാനേജ്മെന്റിൽ നിന്നുകൊണ്ട് മാനേജ്മെന്റിനെ കാണുന്ന രീതിയാണ് ഫയോളിന്റെ എല്ലാ പ്രിൻസിപ്പിളും നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, കമാൻഡ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു ആൻഡ് ഫൈനലി കോർഡിനേറ്റ് ചെയ്യുന്നു ആൻഡ് കൺട്രോൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റിയും ഇൻവോൾവ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്നാണ് ഫയോളിന്റെ വ്യൂ. സോ രണ്ടും തമ്മിൽ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. വൺ ഈസ് എംപ്ലോയി ഓറിയന്റഡ്. സോ അവിടെയുള്ള ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, അതായത് ടാസ്ക് ഓറിയന്റഡ് ആണ്. ഇവിടെ ജനറലൈസേഷൻ മാത്രമാണ്. നോർമലി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ് എന്നുള്ളതാണ് ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഓക്കെ, so let's see what are the 14 principles of management given by Henry Fayol. First principle, division of work. Division of work എന്ന് പറയുമ്പോൾ ഈ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. കമ്പനി ഫോർഡ്. ഓക്കെ, ഫോർഡ് കമ്പനിയിൽ 1929-1930 ഒരു ഇവന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാവുന്നത്. ഫോർഡ് കമ്പനി ആക്ച്വലി 1929 പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കാറുകളുടെ എണ്ണം അപ്രോക്സിമേറ്റ്ലി 30 യൂണിറ്റ്സ് പെർ ഇയർ ആയിരുന്നു. ഓക്കെ, ഈ 30 യൂണിറ്റ്സ് 1930 ആയപ്പോൾ 150+ യൂണിറ്റ്സ് ആയിട്ട് ഉയർന്നു. അതിനുള്ള റീസൺ ആയിട്ട് അവർ പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്? ഇതിന് മുമ്പ് വരെ 1929 വരെ അവർ ചെയ്തിരുന്നത് ഒരു ടീമിനെ ഏൽപ്പിക്കുന്നു. ഒരു ടീം ഓഫ് എക്സ്പേർട്സ് ഇരുന്നുകൊണ്ട് അവര് കാറിന്റെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നു, റോ മെറ്റീരിയൽസിനെ അതിനുശേഷം അസംബിൾ ചെയ്യുന്നു, പ്രൊഡക്ഷൻ നടത്തുന്നു, ഫൈനലി ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇതെല്ലാം ഒരു ടീം ചെയ്യുന്നു. അതിനുശേഷം മറ്റൊരു ടീമായിരിക്കും വേറെ കാറുമായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനിഷ്യേഷൻ തൊട്ട് എൻഡ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു ടീം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പ്രക്രിയയെ ഡിവൈഡ് ചെയ്തുകൊണ്ട്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, അതിനുശേഷം
പ്രൊഡക്ഷന് വേണ്ടി മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, ഫൈനലി അസംബ്ലിങ്ങിന് വേണ്ടി മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, അങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു എൻറ്റയർ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റിയെ പല ഡിഫറെന്റ് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഡ് യു ഗോട്ട് ഇറ്റ്? ഡിവിഷൻ ഓഫ് വർക്ക് മീൻസ് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയെ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെ ചെറിയ ചെറിയ പല പ്രോസസ്സുകളുമായിട്ട്, പല ആക്ടിവിറ്റീസുമായിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇൻഫോ പാർക്കുകളിലൊക്കെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ പറയുന്നത് AP, ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ AR, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ റിസീവബിൾസ് മാനേജ്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, ദെൻ അസറ്റ് മാനേജ്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. സോ ലൈക്ക്വൈസ് ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാവരും ചെയ്യുന്നത് എന്താ? ബാലൻസ് ഷീറ്റിൽ വരുന്ന ഡിഫറെന്റ് ഐറ്റത്തിന്റെ ഓരോ ഐറ്റത്തിനും വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഓരോ ചെറിയ ആക്ടിവിറ്റീസ് വീതം ചെയ്യുന്നത് കൊണ്ട് തന്നെ, ചെറിയൊരു ഏരിയ മാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ വർക്കിന്റെ എഫിഷ്യൻസി കൂട്ടും, വിച്ച് വിൽ ലീഡ്സ് ടു സംതിങ് കോൾഡ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, സ്പെഷ്യലൈസേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കൂടും. ആളുകൾ ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരേ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും റിസൾട്ടും ബെനിഫിറ്റും കമ്പനിക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിന് അറിയാവുന്നത് ഈ അക്കൗണ്ട്സ് പേയബിളിൽ വരുന്ന ആക്ടിവിറ്റീസ് മാത്രമാണ്. അല്ലാതെ അതുമായിട്ട് അക്കൗണ്ട്സ് പേയബിൾ വിത്തൗട്ട് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ ഈ ഇൻഡിവിജ്വലിന് അറിയാവുന്നത് അക്കൗണ്ട്സ് പേയബിൾ മാത്രമായിരിക്കും. ദാറ്റ് മീൻസ് ഒരു എൻറ്റയർ പ്രോസസ്സിന്റെ ഒരു ചെറിയ ആക്ടിവിറ്റിയിൽ മാത്രമായിരിക്കും എംപ്ലോയീസിന് അവയർനെസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇന്റലിജൻസിനകത്ത് അല്ലെങ്കിൽ അവരുടെ അറിവിന് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, രണ്ടാമത്തത് അതോറിറ്റി എന്നല്ല പറയേണ്ടത്, ഇറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ പറയുന്നത് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ദാറ്റ് മീൻസ് കൃത്യമായിട്ട് എത്രമാത്രം അതോറിറ്റി ആണോ മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും തന്നെ റെസ്പോൺസിബിലിറ്റി ആ ഇൻഡിവിജ്വലിൽ നിന്നും വരണം. ഓക്കെ, അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് വിടാം. അതായത് ഒരു ഇൻഡിവിജ്വലിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് നമുക്ക് നമ്മളുടെ ജൂനിയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷേ അതിന് ആൻസറബിൾ ആവുന്നത്, റെസ്പോൺസിബിൾ ആവുന്നത് ആരെയാണോ ഏൽപ്പിച്ച ആ ഇൻഡിവിജ്വൽ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ബട്ട് റെസ്പോൺസിബിലിറ്റി ക്യാൻ നെവർ ബി ഡെലിഗേറ്റഡ്. നമുക്ക് നമ്മളെ ഏൽപ്പിച്ച അതോറിറ്റി നമുക്കത് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പക്ഷേ റെസ്പോൺസിബിലിറ്റി, അത് ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ്. അതെനിക്കൊരു കാരണവശാലും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. സോ ദാറ്റ് ഇവിടെ ഓർക്കേണ്ടത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരേ ലെവലിലായിരിക്കണം. എത്രമാത്രം അതോറിറ്റിയാണ് ഒരു ഇൻഡിവിജ്വലിനുള്ളത് അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ആ ഇൻഡിവിജ്വലിന് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ. Employees must obey and respect the rules and govern the organization. Means ഓർഗനൈസേഷന്റെ റൂൾസും പ്രൊസീജിയേഴ്സും എല്ലാം ഫോളോ ചെയ്യുക. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ മസ്റ്റ് ബി സംതിങ് ഉള്ള ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ഉള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് കോൾഡ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് there should be only one superior for one subordinate. ഈ ഒരു കൺസെപ്റ്റിനെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓർഡർ തരാൻ വേണ്ടി നമുക്ക് ഒരു സീനിയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ സീനിയർ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ജൂനിയർ, എക്ക് ഓർഡർ ചെയ്യാൻ, എക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് BCD 3 പേരുണ്ട്. ഈ 3 പേരും ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആർക്കാണ് ആൻസർ ചെയ്യേണ്ടത്, ആരുടെ ഇൻസ്ട്രക്ഷൻ ആണ് ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി അത് കുറയ്ക്കും. ദാറ്റ്സ് വൈ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ 4 പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഡിവിഷൻ ഓഫ് വർക്ക്, ഒരു എൻറ്റയർ വർക്കിനെ ചെറിയ ചെറിയ ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഫേസസും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഏറ്റെടുത്ത് ചെയ്യുന്നു. സോ ദാറ്റ് ഇറ്റ് വിൽ ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. രണ്ടാമത്തെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ദർ മസ്റ്റ് ബി പാരിറ്റി. രണ്ടും ഈക്വലി ഫോളോ ചെയ്യണം. എത്രമാത്രം അതോറിറ്റി കൊടുത്തിട്ടുണ്ടോ അത്രമാത്രം റെസ്പോൺസിബിലിറ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം.
മൂന്നാമതായിട്ട് ഡിസിപ്ലിൻ ആണ് പറഞ്ഞത്. ഓർഗനൈസേഷനകത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ ആൻഡ് ലോസ് ഇതെല്ലാം ഫോർമൽ ഓർഡർ ലോയും റെഗുലേഷനും എല്ലാം ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. വൺ സബോർഡിനേറ്റിന് വൺ സുപ്പീരിയറെ ഉണ്ടാകാൻ പാടുള്ളൂ. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ മീൻസ് ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗോളേ ഉണ്ടാകാൻ പാടുള്ളൂ. സോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വൺ സുപ്പീരിയർ വൺ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഓർക്കേണ്ടത് വൺ ഡിപ്പാർട്ട്മെന്റ് വൺ ഗോൾ. ഓക്കെ, സോ അതിന്റെ മീനിങ് എന്താ? നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് ഡിഫറെന്റ് ഗോൾസ് ഉണ്ടെങ്കിൽ, അവരുടെ ഗെയിം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഗോളാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ടീം ആക്ടിവിറ്റി നമുക്ക് അവിടെ എഷ്യൂർ ചെയ്യാൻ സാധിക്കില്ല. ടീം ആക്ടിവിറ്റി വന്നാൽ മാത്രമേ മാനേജ്മെന്റ് ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. ദാറ്റ്സ് വൈ വി സെഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിലായിരിക്കണം എല്ലാ ഇൻഡിവിജ്വൽസും മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടി ഇൻഡിവിജ്വൽ അവരുടെ വ്യക്തി താല്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അതായത് ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആസ് വി സെഡ് ഇതൊരു ടീം ആക്ടിവിറ്റിയാണ്. ടീം ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനകത്തേക്ക് വരുമ്പോൾ n നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടാവും. ഈ n നമ്പർ ഓഫ് പേഴ്സൺസിൽ ഓരോരുത്തർക്കും അവരവരുടേതായ എയിം ഉണ്ട്. ഈവൻ ദോ ഓർഗനൈസേഷന്റെ കോമൺ ഗോൾസിന് വേണ്ടി, കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അവരവരുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് താൽക്കാലികമായിട്ടുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, then remuneration. Next principle is remuneration. Employees should be paid fair remuneration. Employees നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. മാനേജ്മെന്റ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫെയർ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അത് ഒരു കാരണവശാലും ബോണ്ടഡ് ലേബർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, സോ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന രീതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫെയർ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം അവർ ചെയ്യുന്ന വർക്കിന്. ദെൻ നെക്സ്റ്റ്, ഫയോൾ വാസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് സെൻട്രലൈസേഷൻ. ഓക്കെ, അതുകൂടി നമ്മൾ ഓർക്കുക. ഫയോൾ അഡ്വക്കേറ്റ് ചെയ്തിരുന്നത് സെൻട്രലൈസേഷൻ ആണ്. പക്ഷെ ഇന്നത്തെ മോഡേൺ ടെക്സ്റ്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നാണ്. ഓക്കെ, ഫയോളിന്റെ ടൈം പീരീഡ് ഓർക്കുക. ഫയോൾ ജീവിച്ചിരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 1900 ബിഗിനിങ് ആണ്. പ്രിൻസിപ്പിൾസ് വരുന്നത് 1916 1917 ടൈം പീരീഡിലാണ്. ഓക്കെ, സോ ഈ ടൈം പീരീഡിലെ മാനേജ്മെന്റ് സെറ്റപ്പ് അദ്ദേഹം ഫേവർ ചെയ്തിരുന്നത് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ബിക്കോസ് ഓർഗനൈസേഷൻസ് എല്ലാം കമ്പനീസ് എല്ലാം കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരുന്നു. ഓക്കെ, ചെറിയ രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസ്ഡ് രീതിയിലുള്ള മെക്കാനിസം ഫോളോ ചെയ്യണം എന്നതായിരുന്നു ഫയോളിന്റെ കമന്റ്. ഇവൻ ദോ ഇന്നത്തെ മാനേജ്മെന്റ് ടെക്നിക്സ് എടുക്കുമ്പോൾ ഓർഗനൈസേഷൻ ചെറുതാണെങ്കിൽ നമുക്ക് സെൻട്രലൈസേഷനിലേക്ക് പോകാം. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വലുതാണ്, ലൈക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഒക്കെ ആണെങ്കിൽ സെൻട്രലൈസേഷൻ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ ഏരിയയിലേക്കും കൺട്രോൾ പോകണം. അതിനുവേണ്ടി ഡീസെൻട്രലൈസേഷനിലേക്ക് പോകണം. ഇതാണ് ഇന്നത്തെ തിയറി. സോ ഫയോൾ വാസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് സെൻട്രലൈസേഷൻ. അതൊരു ഫാക്റ്റ് ആണ്. അതിനുശേഷം പിന്നീട് സ്റ്റഡീസ് കൂടുതലായിട്ട് നടക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലായിരിക്കും ഫയോളിന്റെ തന്നെ പ്രിൻസിപ്പിൾസ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിംഗ് സെൻട്രലിലേക്ക് മാറുവാണെങ്കിൽ സെൻട്രലൈസേഷൻ, ഡിസിഷൻ മേക്കിംഗ് മൊത്തം വരുന്നത് ഒരു അതോറിറ്റിയിൽ നിന്നാണ്. എല്ലാം തീരുമാനിക്കുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്. അദ്ദേഹത്തിന്റെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. വേറസ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ റീജിയണൽ ഹെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ റീജിയനും ആ റീജിയണൽ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ റീജിയണിലെ കാര്യങ്ങളെല്ലാം അവരാണ് നോക്കുന്നത്. അത്തരത്തിലൊരു പവർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷൻ അനുസരിച്ചായിരിക്കും സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും നടത്തേണ്ടത്. അടുത്ത പ്രിൻസിപ്പിൾ സ്കാലാർ പ്രിൻസിപ്പിൾ. സ്കാലാർ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ചെയിൻ ഓഫ് അതോറിറ്റി ആണ്. മീൻസ് എ ചെയിൻ ഓഫ് അതോറിറ്റി. അതായത് അതോറിറ്റി ഫ്ലോ ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. സീക്വൻസ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലിൽ വരുന്ന ഒഫീഷ്യലിൽ നിന്നും അതിന്റെ ലോവർ ലെവലിൽ വരുന്ന ഇൻഡിവിജ്വൽസിലേക്ക് പോവുക. അതിനുശേഷം അതിനും താഴെ വരുന്ന ഇൻഡിവിജ്വൽസിലേക്ക് കമാൻഡ് ഫ്ലോ ചെയ്യുക. സോ ഇതൊരു ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചെയിൻ ഓഫ് അതോറിറ്റി ഫ്ലോ എന്ന് പറയാം. ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് എങ്ങനെയാണ് അതോറിറ്റി ഫ്ലോ ചെയ്യേണ്ടത് അതിന്റെ ഒരു അറേഞ്ച്മെന്റിനെയാണ് ആക്ച്വലി സ്കാലാർ ചെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇൻ കേസ്
സെയിം ലെവൽ ഓഫ് ഓഫീസേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുവാണെങ്കിൽ അതിനെയാണ്, അതായത് ഇഫ് ഡി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഇ, ഒരേ ലെവലിലുള്ള ഓഫീസേഴ്സ് ആണ്, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. UGC നെറ്റിന് ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ ഗ്യാങ് പ്ലാങ്ക്. ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത് ഇസ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ബിറ്റ്വീൻ സെയിം ലെവൽ ഓഫ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ സെയിം ലെവൽ അതോറിറ്റി ഉള്ള ഓഫീസേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയാണ് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്കാലാർ ചെയിൻ. ഹയസ്റ്റ് ലെവലിൽ നിന്നും ലോവസ്റ്റ് ലെവലിലേക്ക് എങ്ങനെയാണ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ അറേഞ്ച്മെന്റിനെയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓർഡർ. ഓർഡർ മീൻസ് ബോത്ത് പീപ്പിൾ ആൻഡ് മെറ്റീരിയൽസ് ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. അതായത് റൈറ്റ് പ്ലേസിൽ ആയിരിക്കണം, റൈറ്റ് ടൈമിലായിരിക്കണം, അതേപോലെ നീഡ് അനുസരിച്ച് പീപ്പിളും മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബോത്ത് പീപ്പിൾ ആൻഡ് മെറ്റീരിയൽസ് ഷുഡ് ബി ഇൻ ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ ടൈമിൽ പീപ്പിളും മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ്, ഇക്വിറ്റി. സോ ഇക്വിറ്റി മീൻസ് ഇക്വാലിറ്റി. മാനേജ്മെന്റ് or managers should be equal, equally treated, should be able to treat everyone equally. എല്ലാവരെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റണം, എല്ലാവരോടും ഒരു ഇക്വിറ്റി കാണിക്കണം, എല്ലാവരോടും ഒരു സം കൈൻഡ് ഓഫ് എംപതി മസ്റ്റ് ബി there. എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുക, എല്ലാവരോടും ഒരേ രീതിയിൽ കൈൻഡ്ഫുൾ ആവുക, ഇതൊക്കെ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഫയോൾ പറയുന്നത്. 12ാമത്തെ പ്രിൻസിപ്പിൾ, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഒരു ഇൻഡിവിജ്വലിനെ ഒരു പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു, അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു മിനിമം ടൈം പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. ദാറ്റ് മീൻസ് ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഒരു മാസത്തേക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുത്തി, പിന്നീടുള്ള ഒരു മാസത്തേക്ക് നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു, പിന്നീടുള്ള ഒരു മാസത്തേക്ക് മാർക്കറ്റിംഗിലേക്ക് മാറ്റുന്നു, പിന്നീടുള്ള ഒരു മാസത്തേക്ക് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് മാറ്റുന്നു. ഇങ്ങനെയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഹാപ്പൻ ചെയ്യില്ല, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടില്ല. ഓക്കെ, സോ he may not be able to know anything about he will not be able to understand anything. അതായത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ ഫിനാൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ പോലും ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം അദ്ദേഹത്തിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഇൻഡിവിജ്വലിനെ ഒരു പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പോസ്റ്റിൽ തന്നെ ഒരു നിശ്ചിത ടൈമിലെങ്കിലും കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഇല്ലാതിരിക്കുക. ദെൻ initiative. Employees should be allowed and encouraged to initiate the preparation of plans. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ, അവരുടെ ഒപ്പീനിയൻസ് പറയാനും ഒപ്പീനിയൻസ് കേൾക്കാനുമുള്ള ഒരു വേദി ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ഭാഗത്തുനിന്ന്, എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇനീഷ്യേറ്റീവ്സ്, അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ തയ്യാറാകുക. മാനേജ്മെന്റ് എന്ന വ്യൂ അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ ഡിസിഷൻസ് എടുക്കുമ്പോൾ ആ ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം പ്രിൻസിപ്പിൾ ഓഫ് ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. ആൻഡ് ഫൈനലി, എസ്പിരിറ്റ് ഡീകോപ്സ്. എസ്പിരിറ്റ് ഡീകോപ്സ് മീൻസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഓക്കെ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ദാറ്റ് മീൻസ് ദർ മസ്റ്റ് ബി എ ടീം. ഒരു ടീം കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം, ടീം വർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസും ഡിസ്കസ് ചെയ്തു. Let me repeat. First principle, division of work ആയിരുന്നു. Then authority and responsibility, parity between authority and responsibility. Then principle of discipline, principle of unity of command. Then principle of unity of direction. Then subordination of individual interest to general interest. Remuneration, centralization, scalar chain, order, equity, stability of tenure of personnel, initiative, esprit de corps. Any doubts? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. മൂവിങ് ഓൺ. സോ ലെറ്റ്സ് കമ്പയർ. ഇവർ രണ്ടുപേരുടെയും പ്രിൻസിപ്പിൾസ് ഒന്ന് കമ്പയർ ചെയ്യുന്നു. അതുവഴി നമ്മൾ ആ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഫസ്റ്റ്, ടൈലറുടെ പ്രിൻസിപ്പിൾസും ഫയോളിന്റെ പ്രിൻസിപ്പിൾസും തമ്മിൽ പേഴ്സ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ, അവരുടെ വ്യൂ പോയിന്റ് എടുക്കുകയാണെങ്കിൽ,
നമ്മൾ ആദ്യമേ പറഞ്ഞു ടെയ്ലർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഷോപ്പ് ഫ്ലോർ ലെവലിലാണ്. അതായത് ഓപ്പറേഷണൽ ലെവലിലേക്കുള്ള കോൺസെൻട്രേഷൻ ആണ് ടെയ്ലറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മീൻസ് എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതി, അതെങ്ങനെ സയന്റിഫിക് ആക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ടെയ്ലർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേറസ് ഫയോളിലേക്ക് പോകുമ്പോൾ ഫയോളിന്റെ വ്യൂ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പ്, ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ വ്യൂ പോയിന്റിൽ പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫയോളിന്റെ വ്യൂ വരുന്നത്. ടെയ്ലർ ഷോപ്പ് ഫ്ലോർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് എടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് പേഴ്സണാലിറ്റി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം ടെയ്ലറുടെ വ്യൂ പോയിന്റ് ഈസ് സയന്റിഫിക്, റൈറ്റ്? അവരെങ്ങനെ ടെയ്ലർ പറയുന്നത് ഓരോ പ്രിൻസിപ്പിളും പറയുന്നുണ്ട്, ആ ഓരോ പ്രിൻസിപ്പിളും അറ്റൈൻ ചെയ്യാനുള്ള ടൂൾസും പറയുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് ഈസ് മോർ സയന്റിഫിക്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. വേറെ ഫയോൾ എന്ന് പറയുന്ന ഒരു പ്രാക്ടീഷണർ മാത്രമാണ്. ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കുറച്ച് പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ എൻവയോൺമെന്റ് എന്നുള്ള കാര്യം മാത്രമാണ് ഫയോൾ പറയുന്നത്. ടെയ്ലർ പക്ഷേ കുറച്ചുകൂടി സയന്റിഫിക് ആണ്. ദെൻ ഫോക്കസ് നോക്കുകയാണെങ്കിൽ ടെയ്ലർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആണ്. ഓക്കെ, ആസ് വി സെഡ് ഒരു ഫെയർ ഡേയ്സ് വർക്ക്, ഒരു ദിവസം ഒരു എംപ്ലോയി ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള വർക്ക് ഇത്രയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ആ വർക്ക് അദ്ദേഹത്തിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, അതേ രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഹി വിൽ ഗെറ്റ് ഒരു ഹയർ റേറ്റ് ഓഫ് ഇൻസെന്റീവ്. അദ്ദേഹം പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഒരു ലോവർ റേറ്റ് ഓഫ് ഇൻസെന്റീവ് ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആണ് ടെയ്ലറുടെ കൺസെപ്റ്റ്. വേറസ് ഫയോളിന്റെ വ്യൂ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ഇംപ്രൂവിങ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം. അഡ്മിനിസ്ട്രേഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ പോയിന്റും. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ സെൻട്രലൈസേഷൻ ആയാലും സ്കാലാർ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതായാലും ഒരു എഫിഷ്യൻസി ഓർഡർ വരണം, ടീം വർക്ക് വരണം. ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ദെൻ ടെക്നിക്, സയന്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ടെക്നിക്കായിട്ട് പറയുന്നത്. വെറാസ് ഫയോളിന്റെ ടെക്നിക് എന്ന് പറയുമ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, ഇവിടെ സയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ ഓർക്കേണ്ടത്. ബിക്കോസ് ഇദ്ദേഹം എയിം ചെയ്യുന്നത് കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്, അതേപോലെ ആ എയിം ചെയ്യുന്ന കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാനുള്ള ടൂൾസും ടെക്നിക്സും നമുക്ക് തരുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ സയന്റിഫിക് മെത്തേഡ്. വെറാസ് ഇവിടെ ജനറൽ പ്രിൻസിപ്പിൾസ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് എങ്ങനെ അറ്റൈൻ ചെയ്യാം, ഏത് രീതിയിലാണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫയോൾ പറയുന്നില്ല. ആൻഡ് ഫൈനലി നേച്ചർ ഓഫ് വർക്ക് ഡൺ, സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് ഏത് രീതിയിലാണ് എന്നാണ് ഫയോൾ പറഞ്ഞത്. ടെയ്ലർ നമുക്ക് തന്നത് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കാണ്. once again just compare, let's compare it. മീനിങ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യമേ ഹെൻറി ഫയോൾ is the father of modern management who laid down 14 principles of management for improving overall efficiency of administration. അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള 14 പ്രിൻസിപ്പിൾസ് ആണ് ഹെൻറി ഫയോൾ മുന്നോട്ട് വെച്ചത്. FW Taylor is the father of scientific management who introduced 4 principles of management. It was 5, നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ആയിട്ട് റീഫ്രെയിം ചെയ്തതാണ്. ഫോർ ഇൻക്രീസിങ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി, അഡ്മിനിസ്ട്രേഷന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനാണെങ്കിൽ ടെയ്ലർ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൺസെപ്റ്റ് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷനും സയന്റിഫിക് മാനേജ്മെന്റുമാണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എംഫസിസ് കൊടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനാണ് ഫയോൾ, ലോവർ ലെവൽ മാനേജ്മെന്റിനാണ് ടെയ്ലർ. ദെൻ ആപ്ലിക്കബിലിറ്റി, ഹെൻറി ഫയോളിന്റെ ടെക്നിക്സ് എന്ന് പറയുന്നത് ഓൾ ഓവർ ദി വേൾഡ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. വേറാസ് ടെയ്ലറുടെ ടെക്നിക്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓറിയന്റഡ് ആണ്. ചില ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും, മറ്റു ചില ഓർഗനൈസേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പ്രൊഡക്ഷൻ ഇല്ലാത്ത ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഡയറക്ട്ലി മാനുഫാക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നടക്കാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ ടെയ്ലറുടെ ആക്ടിവിറ്റീസ് നമുക്ക്, ടെയ്ലറുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ദെൻ ഓറിയന്റേഷൻ, ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് ഹെൻറി ഫയോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ ആയിട്ടാണ് ടെയ്ലർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വേജ് പേയ്മെന്റിന് വേണ്ടിയുള്ള സിസ്റ്റം ഹെൻറി ഫയോൾ പറയുന്നത് ഷെയറിംഗ്,
പ്രോഫിറ്റ് ആയാൽ പോലും എംപ്ലോയീസിന് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഹെൻറി ഫയോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വേറസ് ടൈലർ പറയുന്നത് ഡിഫറൻഷ്യൽ പീസ് വൈസ് സിസ്റ്റമാണ്. എന്താണ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫൈനലി അപ്രോച്ച് ഒരു മാനേജേഴ്സ് അപ്രോച്ചും ഒരു എഞ്ചിനീയേഴ്സ് അപ്രോച്ചുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാനേജേഴ്സ് അപ്രോച്ച് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കാണുന്നത്, എഞ്ചിനീയേഴ്സ് അപ്രോച്ച് ഒരു ഷോപ്പ് ഫ്ലോർ ലെവലിലാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടൈലറിസം ആൻഡ് ഫയോളിസം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും കീ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ടൈലറിസവും ഫയോളിസത്തെയും പറ്റി എനിക്ക് പറയാനുള്ളത്. എനി ഡൗട്ട്സ്? Is there any doubts? Clear ആണ്? Okay. So we are moving on to our second topic. Second topic, different functions of management ആണ്. Functions of management എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ദീസ് ആർ ദി ബേസിക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ എല്ലാ ഫംഗ്ഷൻസിനെ പറ്റി ഡീറ്റെയിൽ ചെയ്യുന്നില്ല, നമ്മൾ എല്ലാത്തിനെയും ഷോർട്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് എടുത്ത് അടുത്ത സെക്ഷനിലായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് പ്ലാനിങ്. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഫ്യൂച്ചർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയെ നമ്മൾ എന്താണ് ഫ്യൂച്ചർ ചെയ്യേണ്ടത്, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ where we are and where we want to be. നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, നമുക്ക് എവിടെയാണ് എത്തിപ്പെടേണ്ടത്. സോ നമ്മൾ എത്തിപ്പെടേണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് ഇൻക്ലൂഡ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ എമംഗ് ഓൾട്ടർനേറ്റീവ്സ്. സോ ബേസിക്കലി നമ്മളുടെ കയ്യിലുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റ് വൺ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ കയ്യിൽ പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും. ഈ പല ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ as we said, planning is a pervasive function. Pervasive function means it is applicable to all levels of management. എല്ലാ ലെവലിലും എല്ലായിടത്തും നമുക്ക് ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്ന ആക്ടിവിറ്റിയാണ് പ്ലാനിങ്. പ്ലാനിങ് is a pervasive function. It is extensive in scope. എല്ലായിടത്തും എല്ലാ രീതിയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. So all managers across all levels participate in planning. However, the plans made by top level manager will differ from the lower level management plans. So top level management എടുക്കുന്ന പ്ലാനും lower level management എടുക്കുന്ന പ്ലാനും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ മാനേജ്മെന്റും പ്ലാനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്ലാൻസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റും എടുക്കുന്നത്. സോ പ്ലാൻസ് ഓൾസോ ഡിഫർ ഫ്രം what they seek to achieve and what methods will be used to achieve them. So there are different types of plans. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are different types of plans. Start from first one. First type of plan is objectives. Objectives means objectives are the ends. ഇങ്ങനെ ഓർത്തേക്കുക, ഒരു കമ്പനിയെ സംബന്ധിച്ച് പല ലെവലിലുള്ള എൻസ് ഉണ്ടാവും. ഓരോ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റിയും ടാർഗറ്റ് ചെയ്യുന്ന എൻഡിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓരോ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റിയും ഫ്രം ടൈം ടു ടൈം ടാർഗറ്റ് ചെയ്യുന്ന എൻഡ് പോയിന്റ്സ്, അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ എല്ലാ എൻഡ്സും കൂടി ചേർന്നതാണ് എയിം. ഓർഗനൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവിനെയാണ് എയിം എന്ന് പറയുന്നത്. ഈ എയിം അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് സബ് ഒബ്ജക്റ്റീവ്സ്, സബ് ടാർഗറ്റ്സ് ഉണ്ട്. ഈ സബ് ടാർഗറ്റ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. So this is the first step in planning, the action of organization. Objectives are the basics of every company and the desired objective or result that the company plans to achieving, so that they are the end point of every planning activity. So എല്ലാ പ്ലാനിങ് ആക്ടിവിറ്റിയുടെയും എൻഡ് പോയിന്റ് ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. പ്ലാനിങ് ആക്ടിവിറ്റിയുടെ എൻഡ് പോയിന്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ സെയിൽസ് 20% ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എയിമെങ്കിൽ, ആ 20% ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന ആക്ടിവിറ്റി അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ആക്ടിവിറ്റിയാണ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഫ്രെയിംഡ് ഫോർ എ സിംഗിൾ ആക്ടിവിറ്റി ഇൻ മൈൻഡ്. സോ ദാറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയല്ല, ഓർഗനൈസേഷൻ മൊത്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഒരു സിംഗിൾ ആക്ടിവിറ്റി. ദാറ്റ് മീൻസ്
ഇംപ്രൂവിങ് പ്രൊഡക്ഷൻ ബൈ 20%. പ്രൊഡക്ഷൻ 20% കൂട്ടുക അടുത്തൊരു വർഷം എന്നുള്ളത് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഒരു ടാർഗറ്റ്, ആ ഒരു സിംഗിൾ ടാർഗറ്റിനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ടാർഗറ്റ് മീൻസ് ഒരു സിംഗിൾ എൻഡ്. ആ സിംഗിൾ എൻഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് അവസാനിക്കും. ലൈക്വൈസ് n നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷനകത്ത് ഉണ്ടാവും. ഈ എല്ലാ ഒബ്ജക്റ്റീവ്സിന്റെയും ചേർന്നുകൊണ്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെയാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. ഓക്കെ, second type of plan, strategy. Strategy means a competitive plan. Objectives ends എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കോമ്പറ്റീറ്റീവ് പ്ലാൻ എന്നാണ്. ഓക്കെ, സോ സ്ട്രാറ്റജി, നമ്മൾ ഈ വേർഡ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, ലൈക്ക് ഫുട്ബോൾ ഓർ ക്രിക്കറ്റ്. സ്ട്രാറ്റജി മീൻസ് ഒരു എതിരാളിയെ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എതിരാളിയുടെ ഐഡിയാസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് പ്ലാൻ ആണ് ആക്ച്വലി സ്ട്രാറ്റജി. ഓക്കെ, സോ നിലവിൽ നമ്മളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, നമ്മുടെ എതിരാളികളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഈ എതിരാളിയുടെ പ്ലാനിനെ, കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക്കൽ പ്ലാൻസ് ഓർ ടാക്ടിക്കൽ പ്ലാൻസ് ആണ് ആക്ച്വലി സ്ട്രാറ്റജി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റജി വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം സ്ട്രാറ്റജി ആയും ടാക്ടിക് ആയും. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജീരിയൽ ഡിസിഷൻ ആണ്. ടാക്ടിക് എന്ന് പറയുന്നത് ലോവർ ലെവൽ ആണ്. ബിക്കോസ് ടാക്ടിക്സ് ചേർന്നിട്ടായിരിക്കും സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്. സോ എനിവേ നമുക്ക് ബേസിക്കലി സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ദിസ് obviously is the next type of plan, the next step that follows objectives കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ടൈപ്പ് ഓഫ് പ്ലാൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജി ആണ്. A strategy is a complete or all inclusive plan for achieving a set objective. A strategy is a plan that has 3 specific dimensions. Basically നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുക്കുന്ന കോമ്പറ്റീറ്റീവ് പ്ലാൻ, അതാണ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് പ്ലാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ബേസിക് പോയിന്റ്സ് ഉണ്ടാവും. ഒന്നാമത്തത് ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്ന് പറയും. ഫ്യൂച്ചറിൽ നമ്മൾ എന്തായി തീരാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവ് ഇതിനുണ്ടാവും. അതോടൊപ്പം തന്നെ സെലക്ടിങ് എ സ്പെസിഫിക് കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു കൃത്യമായിട്ടുള്ള പാത്ത്, കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇതിനുണ്ടാവും. ആൻഡ് ഫൈനലി അലോക്കേറ്റിംഗ് ദി നെസസറി റിസോഴ്സസ് നീഡഡ് ടു പ്ലാൻ. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റിസോഴ്സസും നമുക്ക് വേണ്ടി, അതായത് സ്ട്രാറ്റജി ഫോർമുലേഷന് വേണ്ടി കൃത്യമായിട്ടുള്ള റിസോഴ്സ് അലോക്കേഷനും ഉണ്ടായിരിക്കും. സോ ബേസിക്കലി വി നീഡ് ടു നോ ദാറ്റ് ഒബ്ജക്റ്റീവ്സ് മീൻസ് എൻഡ്സ്, സ്ട്രാറ്റജി മീൻസ് ദി പ്ലാൻസ് ഫോർ അച്ചീവിങ് ദീസ് എൻഡ്സ്. ഈ പറഞ്ഞ എൻഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻസിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി എ കോമ്പറ്റീറ്റീവ് പ്ലാൻ. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് പോളിസി. Policies means general statements. So you can say it's a generic statement. ഒരു basic statement ആണ്. That means honesty is my policy എന്ന് പറയുന്ന പോലെ ഓരോ കമ്പനിക്ക് അവരവരുടേതായ പോളിസീസ് ഉണ്ടാവും. ആ പോളിസിയിൽ നിന്ന് വിട്ടവർ ആക്ടിവിറ്റീസ് ചെയ്യില്ല എന്ന് പറയാവുന്ന ജനറൽ റൂൾസ് ആണ് ഓർ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ദാറ്റ് എ കമ്പനി ഓർ എ ഡിപ്പാർട്ട്മെന്റ് കീപ്സ് ഇൻ മൈൻഡ്. ഇതിനെയാണ് ആക്ച്വലി പോളിസി എന്ന് പറയുന്നത്. So policies are generic statements which are basically a guide to channelize energies towards a particular strategy. സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ വേണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗൈഡ് ലൈൻ ഓർ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്, ഇത് ഫോളോ ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് പോളിസി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഈസ് പ്രൊസീജിയർ. Procedure means they are a stepwise guide, step-by-step method for achieving a specific activity. ഒരു സ്പെസിഫിക് കാര്യം, സ്പെസിഫിക് പ്ലാൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ആക്ച്വലി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊസീജിയർ പറയുമ്പോൾ ഓർക്കേണ്ടത് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ സ്റ്റെപ്പ് വൈസ് ഗൈഡ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ആണ് വരുന്നത്. സോ ദീസ് stepwise sequences are to be followed by all employees so that activities can be fulfilled in the organizational manner. So ഒരു ഓർഗനൈസ്ഡ് മാനറിൽ ആക്ടിവിറ്റീസ് ചെയ്ത് തീർക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രൊസീജിയർ മീൻസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ദി എംപ്ലോയീസ്. സോ നമ്മൾ പറഞ്ഞ നാല് ടേംസ് ആണ്. ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എൻഡ്സ് ആണ്.
ഒരു ഓർഗനൈസേഷൻ്റെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ ടാർഗറ്റ് ചെയ്യുന്ന എൻഡിനെയാണ് നമ്മൾ ആക്ച്വലി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ എൻഡ് പോയിന്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ടൈം ടു ടൈം ഡിഫറെന്റ് എൻഡ് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20% ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു എൻഡ് പോയിന്റ് ആണ്. 20% അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് അവസാനിച്ചു. ലൈക്വൈസ് ഒരു പോയിന്റ്, ഒരു എൻഡ് പോയിന്റ്, അതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ള കോമ്പറ്റീറ്റീവ് പ്ലാൻസ് ആണ് ആക്ച്വലി സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പോളിസി മീൻസ് ഗൈഡ് ലൈൻസ്, ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോർ അച്ചീവിങ് ദീസ് പ്ലാൻസ്. ദെൻ പ്രൊസീജിയർ ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻ ആണ് പ്രൊസീജിയർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then rules are very specific statements that defines action or non-action. നമുക്ക് ഓർഗനൈസേഷൻ അത് ചെയ്യാവുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ, ഓർഗനൈസേഷനിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇന്നതാണ്, ചെയ്യാൻ പാടില്ലാത്തത് ഇന്നതാണ് എന്ന് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് റൂൾസ് എന്ന് പറയുന്നത്. ലൈക്ക് സ്പോക്കിംഗ് ഈസ് നോട്ട് അലൗഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ്. അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, സ്പെസിഫിക് ആണ്. ബിക്കോസ് ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് അലോ ചെയ്യില്ല, അത് പണിഷബിൾ ആണ്. അങ്ങനെയുള്ള റൂൾസ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ നെക്സ്റ്റ് ഈസ് പ്രോഗ്രാം. Programs means in-depth statement that outlines company's policies or rules, objectives, procedures, etc. So ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, നമ്മളൊരു ബേസിക് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഒരു സിംഗിൾ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ, അതായത് ആക്ച്വലി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം പ്ലാൻ ആണെങ്കിൽ, പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്. That means it will be a combination of policies, rules, objectives, procedures, etc. അങ്ങനെയുള്ള എല്ലാ ലോങ് ടൈം പ്ലാനുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി എങ്ങനെ ചെയ്യണം, ആ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ പ്രോഗ്രാംസ് ആർ in-depth statements that outlines a company's policies, rules, objectives, procedures, etc. These programs are important for the implementation of all types of plans. They create link between companies' objectives, policies and rules. നമ്മൾ ആദ്യം പറഞ്ഞ ഒബ്ജക്റ്റീവ്സും പോളിസീസും റൂൾസും ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത് ആക്ച്വലി പ്രോഗ്രാം കൊണ്ടാണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റീസ് എടുക്കുമ്പോൾ ഇതിനകത്ത് പ്രോഗ്രാമിനകത്ത് പോളിസി വരുന്നുണ്ട്, റൂൾ വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് തന്നെയാണ്. ആക്ച്വലി പ്രോഗ്രാം മോർ സ്പെസിഫിക് ആണെന്ന് പറയാം, സിംഗിൾ യൂസ് ആണെന്ന് പറയാം. വേറസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ആണ്. Then next is methods. Methods prescribe the ways in which specific task or a procedure must be performed. So ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ലോങ് ടൈം പ്ലാൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ പ്രൊസീജിയറിനകത്ത് വരുന്ന ഒരു സ്പെസിഫിക് ടാസ്ക്, അത് പെർഫോം ചെയ്യേണ്ട രീതിയെ, അത് പെർഫോം ചെയ്യേണ്ട വേ ആണ് ആക്ച്വലി മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് വേസ്. ഓക്കെ, മെത്തേഡ്സിനകത്ത് പറയേണ്ടത് വേസ് ഇൻ വിച്ച് എ സ്പെസിഫിക് ടാസ്ക് ഓഫ് പ്രൊസീജിയർ ഈസ് ടു ബി പെർഫോംഡ്. ഓക്കെ, and next is budget. Budget is a financial plan. That means it is a financial plan. ഒരു ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പ്ലാനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു വർഷത്തേക്കോ അടുത്തൊരു ടൈം പീരീഡിലേക്കോ നമുക്ക് എത്ര മണി അലോക്കേഷൻ വരുന്നു എന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ബജറ്റ്. So these are the different types of plans. Any doubts? Clear ആണോ? ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്തു, പോളിസി ഡിസ്കസ് ചെയ്തു, പ്രൊസീജിയർ, റൂൾസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് മെത്തേഡ്സ്, ദെൻ ബഡ്ജറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് വിടാം. ബിക്കോസ് ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് നെറ്റിനെ സംബന്ധിച്ച്. സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ സീക്വൻസ് അറിയാം,
സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി, മീൻസ് നമുക്കിങ്ങനെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം വരുന്ന സാഹചര്യം മനസ്സിലാക്കുക. സോ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ടു പർച്ചേസ് സംതിങ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ബൈ എ കേക്ക്. ഒരു കേക്ക് മേടിക്കാൻ പോകുന്നു. സോ അതാണ് നമ്മളുടെ നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി, കേക്ക് വാങ്ങാൻ പോകുന്നു എന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ഓക്കെ, കേക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോകുന്നു എന്നുള്ളതാണ് ബേസിക് ഒബ്ജക്റ്റീവ്സ്. വി ആർ ഗോയിങ് ടു ബൈ ദിസ് ഫ്രം എ കേക്ക് ഹട്ട്. ഓക്കെ, കേക്ക് ഹട്ടിൽ നിന്ന് മേടിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്തു. സോ ഈ കേക്ക് ഹട്ടിൽ നിന്ന് മേടിക്കാൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ ചില അസംഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ലൈക്ക് ഈ പറയുന്ന കേക്ക് ഹട്ട് ഇന്ന് ഓപ്പൺ ആയിരിക്കും എന്നുള്ളത് അസംഷനാണ്. അതോടൊപ്പം തന്നെ അത് കൊറോണ കാരണം അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, കൊറോണയുടെ ഇഷ്യൂ ഒന്നും വരുന്നില്ല, അവർ സ്ഥിരമായിട്ട് കട തുറക്കുന്നുണ്ട് എന്നുള്ള ഒരു അസംഷനാണ്. ലൈക്ക്വൈസ് നമ്മൾ ഫ്യൂച്ചറിൽ സംഭവിക്കും എന്ന് വിചാരിക്കുന്ന അസംഷൻസ് ഓർ പ്രെഡിക്ഷൻസിനെയാണ് പ്ലാനിങ് പ്രമിസസ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ് പ്രമിസസ് ആർ ദി അസംഷൻസ് ഓർ പ്രെഡിക്ഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചറിനെ പറ്റിയുള്ള നമ്മളുടെ അസംഷൻസോ പ്രെഡിക്ഷൻസോ ആണ് ആക്ച്വലി പ്ലാനിങ് പ്രമിസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാനിങ് പ്രമിസസ് എന്താണെന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, സോ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്തു, ഗോൾ സെറ്റ് ചെയ്തു, കേക്ക് മേടിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം പ്ലാനിങ് പ്രമിസസ് ആയിട്ട് ആ കടയിൽ നിന്ന് തുറക്കും. ദെൻ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കേക്ക് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മുടെ പ്ലാനിങ് പ്രമിസസ് ആണ്. ഓക്കെ, ദെൻ ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്ന കേക്കാണ് നമ്മുടെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ്. ഓരോ ടൈപ്പ് കേക്കുകളും നമ്മൾ മനസ്സിലാക്കുന്നു. ആ കടയിൽ 10 വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ട്. ഇത് നമ്മളുടെ ഓൾട്ടർനേറ്റീവ്സ് ആയി. ഓക്കെ, ദെൻ ആ ഓരോ കേക്ക്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇതിലേതാണ് നമ്മളുടെ ബഡ്ജറ്റിന് സ്യൂട്ടബിൾ ആവുന്നത്, ഏതാണ് ടേസ്റ്റി, ഏതാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം അവസാനം നമ്മളൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഓക്കെ, ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു കേക്ക് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ഈ കേക്ക് നമ്മൾ മേടിക്കാൻ തീരുമാനിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ തീരുമാനിച്ചു കേക്ക് ഏതാ മേടിക്കേണ്ടതെന്ന്. ഇതുവരെ നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടില്ലല്ലോ, ഇതെല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു കേക്ക് ഇന്നതാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻസ്, ഇതിനെയാണ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് മീൻസ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഒറിജിനൽ പ്ലാൻ. ഒരു ഒറിജിനൽ പ്ലാൻ നമുക്കുണ്ട്, ആ ഒറിജിനൽ പ്ലാനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സബ് പ്ലാൻസ് ആണ് ഡെറിവേറ്റീവ് പ്ലാൻസ് ഓർ സപ്പോർട്ടിംഗ് പ്ലാൻസ്. സോ ഇവിടെ വരുന്ന സപ്പോർട്ടിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, ഇവിടെ നിന്നും വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നത് ബസ്സിനാണ്. സോ ബസ് അവൈലബിൾ ആയിരിക്കും അങ്ങോട്ടെന്നുള്ള പ്ലാൻ. ബസ്സിന് പോകുമ്പോൾ വരുന്ന എക്സ്പെൻസ്, ഏത് ടൈമിൽ ബസ് കയറണം, സോ ഓട്ടോയ്ക്കാണ് പോകേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സബ് പ്ലാൻസ് ആണ്. ബേസിക് പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സബ് പ്ലാൻസ്. ഈ സബ് പ്ലാൻസിനെയാണ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് പ്ലാൻസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് മേക്കിംഗ് ബഡ്ജറ്റ്സ്. ദാറ്റ് മീൻസ് നോർമലി സംഭവിക്കുന്നത് നമ്മളിവിടെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുന്നു. ഇവിടെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുന്നില്ലെങ്കിൽ അഡീഷണൽ നമുക്ക് ചെയ്യാവുന്നത് ഈ പറയുന്ന ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാം, ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാം. സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിലെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ലെറ്റ് മി റിപ്പീറ്റ്. അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ഓപ്പർച്യൂണിറ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള, നമ്മുടെ ടാർഗറ്റ് എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വരാവുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ വരാവുന്ന അസംഷൻസ്, ഫ്യൂച്ചറിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുമെന്ന് അസ്യൂം ചെയ്യുക, അതിനെയാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുക. ദെൻ പ്ലാനിങ് പ്രെമിസസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ എത്ര ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഓരോ ഓൾട്ടർനേറ്റീവിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത ഓരോ ഓൾട്ടർനേറ്റീവിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ചൂസിങ് ആൻ ഓൾട്ടർനേറ്റീവ്. ദെൻ സപ്പോർട്ടിംഗ് പ്ലാൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി അതുമായി ബന്ധപ്പെട്ട ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് എവറി ആക്ടിവിറ്റി ഈസ് ഡൺ. ഇനി ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്.
സോ അതാണ് പറയുന്നത്. ഫസ്റ്റ് റെക്കഗ്നൈസിങ് ദി നീഡ് ഫോർ ആക്ഷൻ. നമ്മൾ പറഞ്ഞു അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്ന് മനസ്സിലാക്കുക. അതാണ് റെക്കഗ്നൈസിങ് നീഡ് ഫോർ ആക്ഷൻ. ദെൻ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ടാർഗറ്റ്സ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യുന്നു. ആൻഡ് ഡെവലപ്പിംഗ് പ്രമിസസ്, ദാറ്റ് ഈസ് പ്രമിസസ് മീൻസ് അസംഷൻസ് ഓർ പ്രഡിക്ഷൻസ്. ഫ്യൂച്ചർ ഇങ്ങനെയായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്, നമ്മുടെ കയ്യിലുള്ള ഡിഫറെൻറ്റ് ചോയ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ഓൾട്ടർനേറ്റീവ്സിനെ എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നു. ദെൻ സപ്പോർട്ടിംഗ് പ്ലാൻസ്, ഇതിനാണ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ്. ഡെറിവേറ്റീവ് പ്ലാൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബഡ്ജറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുന്നത്. സോ ഇത്രയുമാണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. എനി ഡൗട്ട്സ്? ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, സ്റ്റെപ്സിനകത്ത് 2 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് സീക്വൻസ് അറിയുക, 2 അല്ല 3 കാര്യങ്ങളിലേക്ക് പോകാം. ഒന്ന് സീക്വൻസ് അറിയുക, രണ്ടാമതായിട്ട് യു മസ്റ്റ് നോ വാട്ട് ഈസ് ഡെറിവേറ്റീവ് പ്ലാൻസ്. ഡെറിവേറ്റീവ് പ്ലാൻസ് എന്താണെന്ന് അറിയണം. മൂന്നാമതായിട്ട് പ്ലാനിങ് പ്രെമിസസ് എന്താണെന്ന് അറിയണം. സോ അത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ സ്റ്റെപ്സ് എല്ലാം അവിടെ നിന്നും നമുക്ക് എന്തായാലും ഒരു 1 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മൂവിങ് ഓൺ. നെക്സ്റ്റ് ഏരിയ, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്ലാനിങ്. സോ ജസ്റ്റ് ഒന്ന് കേൾക്കുക. നമ്മളെ സംബന്ധിച്ച് അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ല. എന്തുകൊണ്ട് ബിസിനസ് പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഫസ്റ്റ്, ബൈ പ്ലാനിങ് വിൽ ഗെറ്റ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ. എന്താണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കും. രണ്ടാമതായിട്ട്, പ്ലാൻ ചെയ്യുന്നത് വഴി ഫ്യൂച്ചറിലുള്ള അൺസർട്ടനിറ്റീസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ദെൻ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നോവേഷൻ കൂടും. ബിക്കോസ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഓരോ മാനേജറും കൂടുതൽ ക്രിയേറ്റീവ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് വിൽ ലീഡ്സ് ടു ഇന്നോവേഷൻ. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഈസിയർ ആക്കുന്നു. ബിക്കോസ് മുൻകൂട്ടി നമ്മളെല്ലാം പ്ലാൻ ചെയ്യുകയാണ്. റൈറ്റ് ടൈമിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനും പ്ലാനിങ് ഹെൽപ്ഫുൾ ആണ്. ദിസ് ആർ ദി സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്ലാനിങ്. ദെൻ ലിമിറ്റേഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റിജിഡിറ്റി ആണ്. ബിക്കോസ് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്താൽ പോലും അതേ രീതിയിൽ പോകണം എന്നൊരു ചിന്താഗതി വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് സെയിൽസ് ഇത്ര നടത്തണമെന്നാണ്. പക്ഷേ കോവിഡ് വന്നു, സെയിൽസ് എല്ലാം ഡൗൺ ആയി. എന്നാലും നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് തന്നെ പോകണം എന്നുള്ളൊരു ബേസിക് വ്യൂ മാനേജേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ആകും പ്ലാനിങ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് റിജിഡ്. ഫ്ലെക്സിബിലിറ്റി കുറവാണെന്ന് നമുക്ക് പറയാം. ദെൻ ഡൈനാമിക് കണ്ടീഷൻസിൽ, എവർ ചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പ്ലാനിങ് ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ പ്ലാനിങ് ചെയ്യുന്നത് തന്നെ വേസ്റ്റ് ആയിട്ട് മാറും. ദെൻ പ്ലാനിങ് ഓൾസോ റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ബിക്കോസ് നമ്മൾ ആദ്യം പറഞ്ഞു ഇന്നോവേഷൻ ഉണ്ടാക്കുമെന്ന്. ഇന്നോവേഷൻ ഉണ്ടാകുന്നത് പ്ലാൻ ചെയ്യുന്നവരുടെ ഇടയിൽ നിന്നാണ്. അതായത് മാനേജേഴ്സിന് ഇന്നോവേഷനുള്ള സ്കോപ്പ് ഉണ്ട്. വേറെ എംപ്ലോയീസിന്, ലോവർ ലെവൽ വർക്കേഴ്സിന്റെ ഇന്നോവേഷനും അവരുടെ ക്രിയേറ്റിവിറ്റിയും കുറയ്ക്കും. ബിക്കോസ് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി പറയുന്നുണ്ട്. ഇതനുസരിച്ച് മാത്രമേ അവർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കൂ. സോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിക്കും ചാൻസ് കുറവാണ്. ദെൻ പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ് ആക്ടിവിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ആസ് വെൽ. ആൻഡ് എല്ലാം ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ദിസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞത്. സോ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനി ഡൗട്ട്സ്? എവറിത്തിങ് ഇസ് ക്ലിയർ, റൈറ്റ്? ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും ക്ലിയർ ആണ്? Okay, fine. Moving on, next step or next function is organizing. Organizing means നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ആണ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, റിസോഴ്സസ്, മെഷീൻ പോലുള്ള എല്ലാ കാര്യങ്ങളെയും അറേഞ്ച് ചെയ്യാൻ സാധിക്കണം. ഈ അറേഞ്ച്മെന്റിനെയാണ് ആക്ച്വലി ഓർഗനൈസേഷൻ ഓർ ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So organization is the process of identifying and grouping of the work to be performed. നമുക്ക് ചെയ്യാനുള്ള വർക്കുകളെ ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ഐഡന്റിഫൈ ചെയ്യുക.
ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം സിമിലർ ആക്ടിവിറ്റികളെ ഗ്രൂപ്പ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് വർക്ക്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വർക്ക് വരുന്നുണ്ട്. ദെൻ അതേപോലെ പ്രൊക്യൂർമെൻറ്റ് വരുന്നുണ്ട്, ദെൻ സെയിൽസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഓർഗനൈസേഷനകത്ത് വരുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അതിനെല്ലാം ഒരു ഗ്രൂപ്പാക്കി. ദെൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അതിനെല്ലാം ഗ്രൂപ്പാക്കി. ദെൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അതിനെയും ഗ്രൂപ്പ് ആക്കുന്നു. സോ ദാറ്റ് ഗ്രൂപ്പിംഗ് വഴി നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഓരോ ഇൻഡിവിജ്വലിന്റെ റോൾ എന്താണ്, ഓർഗനൈസേഷനകത്ത് ഓരോ ഇൻഡിവിജ്വലിന്റെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതുവഴി അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവരുടെ അതോറിറ്റിയും എത്രമാത്രമാണെന്ന് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ഓരോ ഇൻഡിവിജ്വൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വർക്ക് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഈ വർക്കുകളെ ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഓരോരുത്തരെയും അവരവരുടെ ചാർജ് എന്താണെന്ന് എംപ്ലോയീസിന് റോൾ എന്താണെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തു. അതനുസരിച്ച് അവർക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്നു. ദെൻ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ഫോർ ദി പർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോർ എഫിഷ്യൻ്റ്ലി. ദാറ്റ് മീൻസ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് വഴി ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ആദ്യം എല്ലാ ആക്ടിവിറ്റീസും ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്ത ആക്ടിവിറ്റീസുകളെ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഗ്രൂപ്പുകൾക്കെല്ലാം ഓരോ ഹെഡ്സിനെ കൊടുക്കുന്നു. അതായത് ഹൂ ഈസ് ഹൂ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ആരാണ് ആർക്ക് മുകളിൽ, ഹൂ ഈസ് അബോവ് ഹൂം എന്നുള്ള തീരുമാനങ്ങളെല്ലാം, അതായത് ഏത് ഡിപ്പാർട്ട്മെന്റ് ചാർജാണ്, ഏത് ഇൻഡിവിജ്വൽ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള റിലേഷൻ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള റിലേഷൻ, അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്ക് എഷ്യൂർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഓർഗനൈസിംഗിൽ വരുന്നത്. സോ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ, ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ, ആദ്യം ഡിഫറൻഷിയേഷൻ. ഇറ്റ് മീൻസ് ഓർഗനൈസേഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് യൂണിറ്റ്സ് ഓഫ് വർക്ക് ഓൺ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് യൂസിങ് ഡിഫറെന്റ് വർക്ക് മെത്തേഡ്സ് ആൻഡ് റിക്വയറിംഗ് എംപ്ലോയീസ് വിത്ത് യൂണിക് കോമ്പിറ്റൻസീസ്. നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇവിടെ നമുക്ക് വരുന്ന ഓരോ ആക്ടിവിറ്റിയും ഡിഫറെന്റ് ആണ്. ഓരോ ആക്ടിവിറ്റിയും ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുക, അതിനെയാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വരുന്ന ആക്ടിവിറ്റീസ് അല്ല പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വരുന്ന ആക്ടിവിറ്റീസ് അല്ല പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഇതെല്ലാം ഡിഫറെന്റ് ആണ്. സോ ഇങ്ങനെ ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ നമ്മൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് രൂപീകരിച്ചു. ഡിപ്പാർട്ട്മെന്റ്സ് രൂപീകരിച്ചതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുക, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിനെയും മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണോ അതിനെല്ലാം യോജിപ്പിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. സോ ഡിഫറൻഷിയേഷൻ വന്നു, അതിനുശേഷം ഇന്റഗ്രേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് വേരിയസ് യൂണിറ്റ്സ് മസ്റ്റ് ബി പുട്ട് ബാക്ക് ടുഗദർ സോ ദാറ്റ് വർക്ക് ഈസ് കോർഡിനേറ്റഡ്. ഒരു ഡിപ്പാർട്ട്മെന്റും മറ്റൊരു ഡിപ്പാർട്ട്മെന്റും തമ്മിൽ കണക്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇവിടെ ABC കേസ് പറഞ്ഞപ്പോൾ എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും ബി ഡിപ്പാർട്ട്മെന്റും തമ്മിൽ എന്തായാലും ഇന്റർ റിലേഷൻ ഉണ്ട്. ബിക്കോസ് ബി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും എ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും ആണെങ്കിൽ എത്രമാത്രം പർച്ചേസ് ചെയ്യണമെന്നുള്ളത് പ്രൊഡക്ഷനെ അനുസരിച്ചിരിക്കും. One second. Okay, sorry. സോ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് പർച്ചേസിനനുസരിച്ചിരിക്കും, അതേപോലെ ഡിമാൻഡ് അനുസരിച്ചിരിക്കും. സോ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇന്റർ റിലേറ്റഡ് ആണ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എത്രമാത്രം ഡിമാൻഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ദെൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമുക്ക് റിസോഴ്സസ് കിട്ടുന്നത്, അത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇന്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഓക്കെ, ഡിഫറൻഷിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് നേച്ചർ ഓഫ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി വരുന്നത് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, കോമൺ ഒബ്ജക്റ്റീവ്സ്, ഡിവിഷൻ ഓഫ് വർക്ക്, കോപ്പറേറ്റീവ് എഫേർട്സ്. ഇതെല്ലാം ഓർഗനൈസേഷനകത്ത് വരുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആണ്. അതായത് ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ്സ് ആയിട്ട് ഫോം ചെയ്യണം ഫസ്റ്റ് തിങ്, അതായത് ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്യണം. ദെൻ കോമൺ ഒബ്ജക്റ്റീവ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അവരവരുടേതായ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു കോമൺ അച്ചീവ് ചെയ്യാനുള്ള കോമൺ ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. ദെൻ വർക്ക് ഷുഡ് ബി ഡിവൈഡഡ്, ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ടാകും. ദെൻ കോപ്പറേറ്റീവ് എഫേർട്ട്, ടീം വർക്ക് എഷ്യൂർ ചെയ്യാൻ സാധിക്കണം. ദെൻ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സെൻട്രൽ അതോറിറ്റി, റൂൾസ് ആൻഡ് റെഗുലേഷൻ, ബേസിക് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോം ചെയ്യും. ആൻഡ് ഫൈനലി ഡൈനാമിക് എലമെന്റ്. സോ ദിസ് ആർ ദി ബേസിക് ഫീച്ചേഴ്സ്. ഒരു ഓർഗനൈസേഷനകത്ത്, ഓർഗനൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് വരുന്ന ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഇതെല്ലാമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കണം. മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്യും, ഇതൊക്കെ ഒന്ന് വായിച്ചേക്കുക. അഡീഷണൽ ആയിട്ട് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. മൂവിങ് ഓൺ. ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഓർഗനൈസിങ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? ഫസ്റ്റ്, ഫെസിലിറ്റേറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പ്ലാനിങ് പ്രകാരം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുക എന്നുള്ളത് ഓർഗനൈസിങ് വഴിയാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മെൻ ആയാലും മെറ്റീരിയൽ ആയാലും റിസോഴ്സസ് ആയാലും ക്യാപിറ്റൽ ആയാലും എല്ലാം അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ബേസിക് ലെവൽ അഡ്മിനിസ്ട്രേഷനിലേക്ക്. സെക്കൻഡ്, ഇറ്റ് എൻകറേജസ് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. കമ്പനിയുടെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഒപ്റ്റിമൽ യൂസ് ഓഫ് ടെക്നോളജി. നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സുകളെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി, ഒപ്റ്റിമം ഉപയോഗിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഓർഗനൈസിങ് വഴി സാധിക്കും. ബിക്കോസ് കൃത്യമായുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ എല്ലാ റീജിയനിലും നമ്മൾ ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ് എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ സാധിക്കും. ദെൻ സ്റ്റിമുലേറ്റ്സ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. സോ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. എൻകറേജസ് ഗുഡ് റിലേഷൻസ്. എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് എന്റർപ്രൈസ്. എന്റർപ്രൈസ് ഒരു പോയിന്റിലും എൻഡ് ചെയ്യുന്നില്ല, ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് റൺ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഓർഗനൈസിങ് ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഫൈനലി ബെറ്റർ കോർഡിനേഷൻ, ടീം എഫർട്ട് എൻഷുർ ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്. നമുക്ക് ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് ഏരിയാസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്, ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, അതേപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനും ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഫങ്ഷൻസ് എല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് നിർത്തുന്നു. ദെൻ ഓർഗനൈസേഷൻ പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. സോ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ ആക്ടിവിറ്റീസിന്റെ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിപ്പിക്കുന്നു. സോ ദാറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തു. അതിനെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, സീനിയർ ജൂനിയർ എന്നുള്ള രീതിയിൽ അതോറിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. അതോറിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലിയർ കട്ടായിട്ട് അസൈൻ ചെയ്യുന്നു. സോ ഇത്രയുമാണ് പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസിങ്ങിന്റെ പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ഈസ് സ്റ്റാഫിംഗ്. അടുത്ത ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് പറയുമ്പോൾ ഓർക്കേണ്ടത്, സ്റ്റാഫിംഗ് മീൻസ് is the process of identifying and arranging right person at right place എന്നാണ് പറയുക. റൈറ്റ് ഇൻഡിവിജ്വലിനെ റൈറ്റ് പ്ലേസിൽ അഷ്യൂർ ചെയ്യുക. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, അവർ റൈറ്റ് ക്വാളിറ്റിയിലുള്ളതാണ്, നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള എംപ്ലോയീസ് ആണ് എന്ന് ഉറപ്പാക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയും സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഏരിയയെ. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഈ സ്റ്റാഫിംഗ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നോക്കാം. സ്റ്റാഫിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന 8 സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിംഗ് ആണ്, ഓർ HR പ്ലാനിംഗ് എന്ന് പറയും. HRP, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് മീൻസ് നമുക്ക് എത്ര ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമായിട്ട് വരും, അടുത്ത ഒരു ഗീവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്ര ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമായിട്ട് വരും എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടി HR ഡിമാൻഡ് ഫോർകാസ്റ്റും HR സപ്ലൈ ഫോർകാസ്റ്റും നമ്മൾ കണ്ടക്ട് ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ് എത്രമാത്രം ഉണ്ട്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ എത്രമാത്രമാണ്. ഇൻ കേസ്
സപ്ലൈ സഫീഷ്യൻ്റ് ആയിട്ടില്ല, അതിൽ കൂടുതൽ എംപ്ലോയീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ വിൽ ഗോ ഫോർ റിക്രൂട്ട്മെന്റ്. ഇപ്പോൾ സപ്ലൈ സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്, നമുക്ക് എക്സസ് എംപ്ലോയീസ് ആണെങ്കിൽ നമ്മൾ അവരിൽ കുറച്ച് പേരെ ഒഴിവാക്കും. ഓക്കെ, സോ രണ്ട് രീതിയിലുണ്ട്. സപ്ലൈ സഫീഷ്യൻ്റ് ആണെങ്കിൽ വിൽ ഗോ ഫോർ ലേ ഓഫ്, ആളുകളെ പറഞ്ഞു വിടുന്ന രീതിയിലേക്ക് പോകുന്നു. സപ്ലൈ ഇനഫ് അല്ല, ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ എംപ്ലോയീസിനെ ആവശ്യമാണ്, അപ്പോൾ നമ്മൾ അഡീഷണൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. ഇതെല്ലാം തീരുമാനിക്കുന്നത് HR പ്ലാനിങ്ങിൽ നിന്നാണ്. സോ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് മീൻസ് ക്രിയേറ്റിംഗ് എ പൂൾ ഓഫ് ടാലന്റ്. നമുക്ക് ഒരു ജോബ് ഓഫറിലുണ്ട്, നമുക്കൊരു അക്കൗണ്ടന്റിനെ വേണം. ആ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്. അഡ്വർടൈസ്മെന്റ് നമ്മൾ നടത്തുന്നത് വഴി നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുന്നു. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എൻഡ് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഒരാളെയും ഒഴിവാക്കുന്നില്ല, ഒരു രീതിയിലുള്ള സ്ക്രൂട്ടിനിറ്റി നമ്മൾ നടത്തുന്നില്ല, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് സെലക്ഷൻ ആണ്. റിക്രൂട്ട് ചെയ്ത പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്നും നമുക്ക് വേണ്ട രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നു, ടെസ്റ്റ് നടത്തുന്നു, തുടങ്ങിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കണ്ടക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത ഇൻഡിവിജ്വലിനെ റൈറ്റ് പൊസിഷനിൽ ഡിപ്പാർട്ട്മെന്റിൽ അയാളുടെ പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യുന്നതിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ 4 സ്റ്റേജുകൾ. ആദ്യം നമുക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, HR പ്ലാനിങ്. എത്ര ഹ്യൂമൻ റിസോഴ്സിന് ആവശ്യമുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അതാണ് HR പ്ലാനിങ്. അതിനുശേഷം റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ റിക്വയർമെന്റിന് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നു, അഡ്വർടൈസ്മെന്റ് വഴിയും. അതേപോലെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ചെയ്യുന്നത് മാക്സിമം ആപ്ലിക്കേഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല, മാക്സിമം ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം സെലക്ട് ചെയ്യുന്നു. ഇവരിൽ നിന്നും നമുക്ക് വേണ്ട റൈറ്റ് ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ പ്ലേസ്മെന്റ്. സെലക്ട് ചെയ്ത ഇൻഡിവിജ്വലിനെ റൈറ്റ് പോസ്റ്റിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു. പ്ലേസ്മെന്റ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെന്റും എഷ്യൂർ ചെയ്യുന്നു. എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നു. ദെൻ ദർ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നു, സാലറി, അതേപോലെ ഇൻസെന്റീവിന്റെ കാര്യങ്ങൾ. ദെൻ പെർഫോമൻസ് അപ്രൈസൽ, ഓരോ ടൈം പീരീഡ് കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി പ്രമോഷൻ ഓർ ട്രാൻസ്ഫർ. ഓക്കെ, പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവരെ നമ്മൾ ഒന്നുകിൽ കണ്ടിന്യൂ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ പൊസിഷനിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. സോ ഇതെല്ലാം സ്റ്റാഫിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് സ്റ്റാഫിങ്ങിനകത്ത് വരുന്നത്. സോ അത് നോക്കുകയാണെങ്കിൽ ഇതാണ് HRP പ്രോസസ്. നമ്മൾ HRM പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ്. HRMലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ HRP ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന് വേണ്ട ഇൻഡിവിജ്വൽ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി HR നീഡ്സ് ഫോർകാസ്റ്റ് മീൻസ് HR ഡിമാൻഡ് ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ദെൻ HR സപ്ലൈ ഫോർകാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ഡിമാൻഡ് സപ്ലൈയും കൂടി കമ്പയർ ചെയ്തിട്ട് ഷോർട്ടേജ് ആണോ ഡെഫിസിറ്റ് എക്സസ് ആണോ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് HR പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും. ദെൻ HR പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് എക്സിക്യൂഷൻ. ഇത്രയും ആക്ടിവിറ്റീസ് ആണ്. ഇതെല്ലാം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, സോ നമ്മൾ ഇത് പറഞ്ഞ കാര്യം ഓർക്കണം. സർപ്ലസ് ആണെങ്കിൽ നമ്മൾ ഹയറിംഗിലേക്ക് പോകും, റിക്രൂട്ട്മെന്റിലേക്ക് പോകും. ഷോർട്ടേജ് ആണെങ്കിൽ സർപ്ലസ് ആണെങ്കിൽ നമ്മൾ അവരെ ഹയർ ചെയ്യില്ല, ലേ ഓഫിലേക്കോ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റോ കൊടുത്ത് ഒഴിവാക്കും. ഷോർട്ടേജ് എംപ്ലോയീസ് ആണെങ്കിൽ, നമുക്ക് വേണ്ട എംപ്ലോയീസ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ റിക്രൂട്ട്മെന്റിലേക്ക് സെലക്ഷനിലേക്കും പോകും. ദി പ്രോസസ്. ഇത്രയും പ്രോസസ്സാണ് HRPയിൽ വരുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റിൽ വേരിയസ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ലൈക്ക് ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. ജോബ് അനാലിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് സ്റ്റഡി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. ഡീറ്റെയിൽ അനാലിസിസ് ആണ് ഒരു ജോബ് എന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വർക്കുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നതിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ജോബ് ഇവാലുവേഷൻ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ജോബ് എങ്ങനെയാണോ എക്സിക്യൂട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണോ ജോബ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. ജോബ് ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോബിൽ ചെയ്യേണ്ടി വരുന്ന ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, വർക്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനായി. ജോബ്
പേഴ്സൺ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ നല്ലത് ജോബ് സ്പെസിഫിക്കേഷൻ. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പേഴ്സൺ, നമ്മളുടെ ഈ ജോബ് ചെയ്യാനുള്ള റൈറ്റ് പേഴ്സൺ ആരാണ്, എന്തൊക്കെ ക്വാളിറ്റീസ് അയാൾക്ക് ഉണ്ടായിരിക്കണം, അയാളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ക്ഷണിക്കുന്നു. ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. ആപ്ലിക്കേഷൻസ് കിട്ടിയതിൽ നിന്നും നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ലൈക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചില ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതായത് നമ്മൾ എടുക്കാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്നു. അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു. ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വേണ്ട റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം സെലക്ഷനിലേക്ക് പോകുന്നു. സെലക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഇന്റർവ്യൂ ചെയ്യും, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് സെലക്ഷനിലേക്ക് എത്തുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഓഫർ കൊടുക്കുന്നു, ജോബ് ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ആയി, അഗ്രിമെന്റ് ആയി. ദെൻ അവർക്കൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം, കമ്പനിയെ പറ്റിയുള്ള ബേസിക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ കഴിഞ്ഞാൽ ഓറിയന്റേഷനിലേക്ക് പോകും. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട വർക്ക് എന്താണ് എന്നുള്ള രീതിയിലുള്ള പഠനമാണ് ഓറിയന്റേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ലെവൽ സ്റ്റാഫിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗിൽ വരുന്ന പ്രോസസ്സുകൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എലമെന്റ്സ് ആണ്. ഡയറക്റ്റിംഗുമായി ബന്ധപ്പെട്ട് 4 ബേസിക് എലമെന്റ്സ് ആണ് വരുന്നത്: ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഡയറക്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, സോറി, സൂപ്പർവിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദിസ് ആർ ദി 4 എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ. സോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലീഡർഷിപ്പ് തിയറീസ് പഠിക്കണം. അതെല്ലാം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് HRM-ലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മോട്ടിവേഷൻ തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ സൂപ്പർവിഷൻ, ബേസിക് അവയർനെസ് ഉണ്ടാവണം സൂപ്പർവിഷൻ എന്താണെന്ന്. ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ UGC നെറ്റിന് വേണ്ടി മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ലീഡർഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ there are different types of leadership styles. ലീഡർഷിപ്പ് സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ക്വാളിറ്റീസ് കാരണം അല്ലെങ്കിൽ അയാളുടെ എബിലിറ്റീസോ ഇൻസ്പയറിംഗ് സ്പീച്ചസോ കേട്ടിട്ട് അയാൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള ലീഡർഷിപ്പിനെയാണ് നമ്മൾ കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ കാരിഷ്മ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൻ ഇങ്ങനെയുള്ളവരുടെ കോട്ട്സും അവരുടെ രീതികളും ഒക്കെ കണ്ട് അവർക്ക് ഫോളോവേഴ്സ് വരുന്നതാണ്. ഇതെല്ലാം കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിന് എക്സാമ്പിൾ ആണ്. വെൻ ഇറ്റ് കംസ് ടു നെക്സ്റ്റ് സ്റ്റൈൽ, കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ സേ യു മസ്റ്റ് ഒബേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കേട്ടാൽ മതി, തിരിച്ചിങ്ങോട്ടേക്കൊന്നും പറയണ്ട. എന്താണോ സുപ്പീരിയർ പറയുന്നത് അത് പൂർണ്ണമായിട്ട് അനുസരിക്കുക എന്നുള്ള ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് ആക്ച്വലി ഓട്ടോക്രാറ്റിക്. ഇവിടെ എംപ്ലോയീസിന് യാതൊരുവിധ പാർട്ടിസിപ്പേഷനും ഉണ്ടാവില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തന്നെയായിരിക്കും. ദെൻ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ഇവിടെ എംപ്ലോയീസിനെ 100% ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. MBO പോലെ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. സോ MBO പോലെ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ പിന്നീട് വരുന്ന സ്റ്റൈൽ ഡെമോക്രാറ്റിക് ആണ്. ഡിസിഷൻ എടുക്കുന്നത് എംപ്ലോയീസിൻ്റെയും കൂടി കോൺട്രിബ്യൂഷനോട് കൂടിയായിരിക്കും. അതായത് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം, അവരിൽ നിന്നും സെലക്ട് ചെയ്ത് വരുന്ന ഇൻഡിവിജ്വൽ എന്നുള്ള കൺസെപ്റ്റാണ് ആക്ച്വലി ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത് ഡിസിഷൻസ് പൂർണ്ണമായിട്ടും എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നുമായിരിക്കും ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിനകത്ത് വരുന്നത്. ആൻഡ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് ആണെങ്കിൽ ട്രാൻസാക്ഷണൽ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ. ട്രാൻസാക്ഷണൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്. അതായത് ഓർഗനൈസേഷന് വേണ്ട രീതിയിൽ എംപ്ലോയീസിനെ മാറ്റിയെടുക്കുന്നു. ഓർഗനൈസേഷന് ഒബ്ജക്റ്റീവ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ 100 യൂണിറ്റ് ആയിട്ട് ഉയർത്താനാണ് ശ്രമിക്കേണ്ടത്. സോ 100 യൂണിറ്റ് അവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതൊരു ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈലാണ്. വെറസ് ക്വാളിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നു, ഓവറോൾ എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ ബെറ്റർ ആക്കി ഉയർത്തുന്നു. വെറസ് ട്രാൻസാക്ഷണൽ ആണെങ്കിൽ കാര്യം നടത്തിയെടുക്കുന്നു, ട്രാൻസ്ഫോർമേഷണൽ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നു. സോ ഇത്രയുമാണ് ബേസിക് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ദർ ആർ മെനി അതർ സ്റ്റൈൽസ്, ഈവൻ ദോ നമ്മളുടെ ക്വസ്റ്റ്യൻസ് നോർമലി ഈ ഏരിയയിൽ ലിമിറ്റഡ് ആണ്. ദെൻ ലേസി ഫെയർ ലീഡർഷിപ്പ് അറിയണം. ലേസി ഫെയർ എന്ന് പറയുമ്പോൾ ലീഡർ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കുന്നില്ല, അദ്ദേഹം മാറി നിൽക്കുന്നു, കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോ
എന്നുള്ള രീതിയിൽ സബോർഡിനേറ്റ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് ലീഡർ മാറി നിൽക്കുകയാണെങ്കിൽ ലേസിഫയർ ലീഡർഷിപ്പ്. അതേപോലെ പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട്. പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലൈക്ക് എ ഫാദർ, കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ ഒപ്പം ലീഡറും ഉണ്ടാവും. എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഫാദർലി അഫെക്ഷനോട് കൂടിയായിരിക്കും. ഇതിനെയാണ് പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇനഫ്. ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാണ്, ട്രാൻസാക്ഷണലും ട്രാൻസ്ഫോർമേഷനിലും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ട്രാൻസാക്ഷണൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഏബിൾ ആണ്. വേറസ് ട്രാൻസ്ഫോർമേഷനിലാണെങ്കിൽ എംപ്ലോയീസിന്റെ എബിലിറ്റീസ് ഒക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഓർഗനൈസേഷന് വേണ്ടുന്ന രീതിയിലേക്ക് ഉയർത്തുന്നു. സോ ദാറ്റ് ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദി ബേസിക് ഡിഫറൻസ്. ദെൻ അബൌട്ട് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് കൃത്യമായിട്ട് അറിഞ്ഞേക്കുക. കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിനകത്ത് നമ്മളോട് ചോദിക്കാറുള്ളത് ഇത് രണ്ടുമാണ്, എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. ഓക്കെ, സെൻഡർ അയാളുടെ സെൻഡറിനെ സെൻഡർ അദ്ദേഹത്തിന്റെ മെസ്സേജിനെ ഒരു അണ്ടർസ്റ്റാൻഡബിൾ കോഡിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഐഡിയയെ കോഡാക്കി മാറ്റുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ആ കോഡിനെ ഐഡിയയാക്കി റീകൺവെർട്ട് ചെയ്യുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാറുണ്ട്. അത് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. സോ ദി പ്രോസസ് ഈസ് സെൻഡർ എൻകോഡ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഐഡിയയെ മെസ്സേജ് ആയിട്ട് ഒരു കോഡഡ് ഫോമിലേക്ക് ഒരു ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. ദെൻ അതൊരു മെസ്സേജ് ആണ്. ആ മെസ്സേജ് റിസീവറിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം റിസീവർ ഡീകോഡ് ചെയ്യുന്നു. മീൻസ് ആ ലാംഗ്വേജിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പകുതി എത്തി. ഈ മനസ്സിലാക്കിയ കാര്യത്തിന് റെസ്പോൺസും കൂടി ചെയ്താൽ, അതായത് ഫീഡ്ബാക്കും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇൻ ബിറ്റ്വീൻ വരുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then about supervision means overseeing. എംപ്ലോയീസിന്റെ വർക്ക് ഓവർസീ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഓരോ ആക്ടിവിറ്റിയിലും സീനിയർ ഓവർസീ ചെയ്യുന്നു. അവർ ചെയ്യുന്ന വർക്കുകൾ ശരിയാണോ, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവർ ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി പഠിക്കുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സോ അത്രയുമാണ് ഡയറക്ഷനിൽ വരുന്നത്. There are many areas to be discussed. നമ്മൾ കൂടുതൽ ഏരിയാസ് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. കൺട്രോളിങ്ങിലേക്ക് പോകുന്നു. ഫംഗ്ഷൻസിന് അവസാനത്തെ ഫംഗ്ഷൻ കൺട്രോളിംഗ് വരുന്ന ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എംപ്ലോയീസിന്റെ വർക്കിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ്, പ്രൊഡക്ഷന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ദെൻ ആ സ്റ്റാൻഡേർഡിൽ നിന്നും ആക്ച്വൽ എത്രയാണെന്ന് മെഷർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്യുന്നു, ആക്ച്വൽ പെർഫോമൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുന്നു. ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. If there is deviation, corrective actions എടുക്കുന്നു. ഇതാണ് കൺട്രോളിങ്ങിന്റെ. ഏത് കൺട്രോളിംഗ് ആയാലും അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ്. ലൈക്ക് ബജറ്ററി കൺട്രോൾ ആണെങ്കിൽ ഇത് തന്നെയാണ്. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സിന് പകരം എസ്റ്റാബ്ലിഷിംഗ് ബജറ്റ്സ് ആയിരിക്കും സെറ്റ് ചെയ്യുക. അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസും എത്രയാണെന്ന് നോക്കുന്നു, ബജറ്റും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഡീവിയേഷൻസ് വരുവാണെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ഇത് തന്നെയാണ് സെയിം പ്രോസസ്. സോ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സാണ് വരുന്നത്. നമ്മളുടെ സ്റ്റാൻഡേർഡ് ആക്ച്വൽ എത്രയാണെന്ന് നോക്കുന്നു, സ്റ്റാൻഡേർഡും ആക്ച്വലും കമ്പയർ ചെയ്യുന്നു, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ പറയാനുള്ളത്. ദെൻ വാട്ട് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ, കൺട്രോളിംഗ് ഈസ് ദി എസെൻസ് ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് വിത്തൗട്ട് കൺട്രോളിംഗ് ഈസ് മീനിങ്ലെസ്. നമ്മൾ പ്ലാൻ ചെയ്ത ആക്ടിവിറ്റി അതേ രീതിയിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ വി മസ്റ്റ് ഫോളോ കൺട്രോളിംഗ് ആസ് വെൽ. സോ ഒരു സെൻസ് ഓഫ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നു, കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്, ദെൻ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്, ആക്യുറസി കൂട്ടാൻ സഹായിക്കും, തുടങ്ങിയിട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് നമുക്ക് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് കാണാം. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ആക്ച്വലി ഇന്നത്തെ സെഷനാണ് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും ഏരിയാസ് ആണ് ഡിസ്കഷൻ. എനി ഡൗട്ട്സ്? ഓക്കെ, സോ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയയ്ക്കുക. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നോ ഇഷ്യൂസ്. സോ താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്.